ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രതീക്ഷ ഇഹലോകത്തിലെ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ കേന്ദ്രീകരിച്ചല്ല. തീർച്ചയായിട്ടും ഈ ലോകത്തിൽ ജീവിക്കേണ്ടതിന് വേണ്ടതെന്തോ അത് കാലഘട്ടങ്ങൾക്കനുസൃതമായി തൻ്റെ മക്കൾക്ക് പിതാവ് മക്കൾക്കെന്ന പോലെ നൽകുന്ന ഒരു മഹാദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ നാം ഇവിടുത്തുകാരല്ല. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് വളരെയാണ്, വലുതാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ഒരു താൽക്കാലികമായ ഇടമാണ്. എന്നോട് പകലൊരു ദൈവദാസൻ ചോദിച്ചൊരു ചോദ്യത്തിൽ നിന്ന് നമ്മുടെ ഇന്നത്തെ ചിന്ത തുടങ്ങാം. അദ്ദേഹം ചോദ്യം ചോദിച്ചെങ്കിലും ഞാൻ മറുപടി പറയാതെ പോയി, വിട്ടുപോയതല്ല. നമ്മുടെ കർത്താവിൻ്റെ ശിഷ്യന്മാർ ചിലരടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്നാണ് നീ ഞങ്ങൾക്ക് രാജ്യമൊക്കെ വിഭജിച്ച് തരുന്നത്? നിൻ്റെ വരവിനും ആ കാലഘട്ടത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താ? അടയാളങ്ങളൊക്കെ യേശു പറഞ്ഞെങ്കിൽ ഈ ടൈം ചോദിച്ചപ്പോൾ പറയാ, ആ നാളും നാഴികയും പിതാവല്ലാതെ പുത്രനും നാളും നാഴികയും. സമയം എന്നതിന് ഗ്രീക്കിൽ രണ്ട് പദമാണ്. ഒന്ന് കൈറോസ്, രണ്ട് ക്രോണോസ്. രണ്ടർത്ഥത്തിലത് ഉപയോഗിക്കുന്നു. ക്രോണോസ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ബൈബിളിൽ ക്രോണോളജി എന്നൊരു ബുക്കുണ്ട്, 2 ബുക്കുണ്ട് അല്ലേ? ക്രോണോസ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷിലും ഇത് സമയം അല്ലെങ്കിൽ കാലം, നാള്, നാഴിക ഒന്നിച്ച് പോയേക്കുക. ആക്ച്വലി ക്രോണോസ് ഒരു പർട്ടിക്കുലർ ടൈം അല്ല, ഒരു ഇവൻറ്റിൻ്റെ കണ്ടിന്യൂവേഷനാണ്, ഒരു പീരിയഡാണ്, ഒരു കാലഘട്ടമാണ്, പർട്ടിക്കുലർ ടൈമല്ല. കൈറോസ് അങ്ങനല്ല, അതൊരു കൃത്യസമയമാണ്. മനസ്സിലായോ? ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ചോദിക്കുക അളിയനും പെങ്ങളും ഒക്കെ വന്നെന്നറിഞ്ഞു. ഈ ഒരു ഉദാഹരണം പറഞ്ഞാൽ ക്ഷമിക്കണം. കാരണം ഈ പല പദങ്ങൾ മലയാളത്തിലുണ്ടെങ്കിലും ഈ അളിയൻ എന്നുള്ള മലയാള പദം കണ്ടുപിടിച്ച ആ കേരള പാണിനി ആരാണെങ്കിലും അയാളൊരു വലിയ മനുഷ്യനാണ്. ശരിയല്ലേ? ദൗര്യമാരുടെ മുഖത്തൊന്നും ഒരു സന്തോഷമില്ല. ഈ അളിയൻ എന്നുള്ള മലയാള പദം ഏവൻ കണ്ടുപിടിച്ചാലും അവന് അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഈ അളിയനും കൂടിയാ. അതുകൊണ്ടാണ് ഞാൻ ആ ഉദാഹരണം തന്നെ പറഞ്ഞത്. പോട്ടെ. അപ്പോൾ വേറൊരു ഭാഷയിലും ഈ പദത്തിന് ഇത്രയും രസമുള്ളൊരു പദമില്ല, അളിയനെന്ന്. കുടിയൻ പോലും സന്തോഷം കയറുമ്പോൾ വിളിക്കുന്ന അളിയാന്ന് അല്ലേ? ആ പോട്ടെ. അളിയനും പെങ്ങളും എന്നാ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ക്രിസ്മസ് കഴിഞ്ഞിട്ട് അവർ പോകും. ക്രിസ്മസ് കഴിഞ്ഞിട്ട് പോകും എന്ന് പറഞ്ഞാൽ ഡിസംബർ 25 ഉച്ചയ്ക്ക് 12 മണി അന്നേരം പോകുന്നതാണോ? ആണോ? അതൊരു ഡിസംബർ 31 വരെയൊക്കെ ആകാമെന്ന്. ആ കാലഘട്ടം അല്ലേ? കുഞ്ഞുങ്ങൾ പറയും, കുഞ്ഞേ എക്സാമാ, എഴുന്നേറ്റ് പഠിച്ചേട്ടെ. അന്നേരം എക്സാമാണോ? എക്സാമിൻ്റെ സമയം. ഇതാണ് ക്രോണോസ്. കൈറോസ് എന്താ? ഒരു കൃത്യസമയം. പൊക്രാനിൽ അണുവിസ്ഫോടനം നടക്കുന്നു, അതിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ട്. അതെപ്പോഴാണ്? പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മൾ തുമ്പയിൽ നിന്ന് ഒരു സാറ്റലൈറ്റ് വിക്ഷേപിക്കുന്നു. പത്രസമ്മേളനം നടത്തുമ്പോൾ ISROയുടെ ചെയർമാൻ കാര്യമെല്ലാം പറഞ്ഞു. പത്രക്കാർ ചോദിച്ചു, സാറേ അത് എത്ര മണിക്കാണ്? അതൊരു 8, 8:30, 9, 9:09, 10, 15. മഴയൊക്കെ അല്ലേ? ഇങ്ങനെയാണോ? അങ്ങനെയാണോ? അങ്ങനൊന്ന് പറഞ്ഞു നോക്കണം, സംഗതി തെറിക്കും. ഒരു വാക്കിന് കൊടുക്കേണ്ടി വരുന്ന വില മനസ്സിലായോ? ഈ 8, 8:30, 9, 10 ഇടറിയ സ്വരത്തിൽ പറയുന്നത് നമ്മളാ. അതെപ്പോഴും ഓർത്തോണം. ഇത് നമ്മുടെ സ്വാഭാവികമൊന്നുമല്ല. ഇത് 8, 8:30, 9, 9:30, 10 എന്ന് പറയാം. ഇത് കൗണ്ട് ഡൗൺ ചെയ്യുക. ക്രോണോസും കൈറോസും മനസ്സിലായോ? ഈ എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മൾ
യോഗങ്ങൾക്ക് വരുന്നത് ഒരു ക്രോണോസിൽ, പിരിയുന്നതൊരു കൈറോസിൽ. ന്യായശി മറക്കരുത്. മനസ്സിലായോ? യോഗം തുടങ്ങുന്നത് 8, 8:30, 9, 9:30, 10, 10, 11, 12 അല്ലേ? തീരുമ്പോൾ ഒരു കൃത്യസമയത്ത് 1 ഇഞ്ച് മാറാൻ പാടില്ല. 2 ഗ്രീക്ക് വേർഡ് അനായാസനെ പഠിച്ചില്ലേ? ക്രോണോസ് ആൻഡ് കൈറോസ്. യേശു പറഞ്ഞു, ആ നാളും നാഴികയും ക്രോണോസ്, കൈറോസ്, ഇവ രണ്ടും പുത്രൻ അറിയുന്നില്ല. പുത്രൻ സർവജ്ഞാനിയാകുന്നത് എങ്ങനെ? ഇവിടെ നിന്ന് ആരംഭിക്കാം. പലസ്തീനിയായിലെ ഒരു കല്യാണമാണ് ഈ ഘട്ടത്തിൽ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഇതിൽ ഈ വായിച്ച വാക്യത്തിൽ കയറാം. ഒരു യഹൂദൻ ചെറുകുട്ടിയായിരിക്കെ 3-ാം വയസ്സിൽ കലാലയത്തിൽ പഠിക്കാൻ കൊണ്ടിരുത്തും. അങ്ങനെ പഠിച്ച് ന്യായപ്രമാണത്തിലെ സുപ്രധാന നിയമങ്ങളൊക്കെ പഠിക്കും. 613 പ്രമാണങ്ങളെയാണ് ന്യായപ്രമാണം എന്ന് വിളിക്കുക. 613 പ്രമാണങ്ങൾ 2ആയി വിഭജിച്ച് പഠിക്കും. 365, 248, ആകെ 613. 365 പ്രമാണം പറയും, അരുത് 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 അരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. ഡോൺസ് 365 ആൻഡ് ഡൂസ് യു ഹാവ് ടു ഡു എത്ര? 248. രണ്ടും ചേർത്ത് 613. ഇത് പഠിക്കണം. ഉപനിയമങ്ങൾ പഠിക്കണം, ആചാരങ്ങൾ പഠിക്കണം. ഇത് പഠിച്ച് പയ്യൻ തീരുമ്പോഴേക്ക് 10 കൊല്ലം. അപ്പോൾ ഏതാണ്ട് പയ്യൻ എത്ര വയസ്സായി? നോർമലായിട്ട് പഠിക്കുന്നൊരുത്തിന് 13 വയസ്സ്. ചിലപ്പോൾ 15 ആകും, 16 ആകും, 18, 20 വയസ്സ്, അത്രയൊക്കെ അങ്ങ് പോയെന്ന് വരാം. പക്ഷേ അത്രയും നിൽക്കുകയില്ല, അതിനും അവൻ നിർത്തിക്കളയും. ഈ പഠിച്ചിറങ്ങിയവനൊരു ബിരുദം കിട്ടും, ന്യായപ്രമാണ പുത്രൻ. ഇതാ സാധാരണ വിദ്യാഭ്യാസം, മെട്രിക്കുലേഷൻ പോലെ. 13 വയസ്സുള്ള ആ ബാലന് പഠനം കഴിഞ്ഞു എന്നറിഞ്ഞാൽ, അല്ലെ പഠനം നിർത്തി, ഇടയ്ക്ക് നിർത്തുന്നവർക്കും സ്വാഗതം. പഠനം നിർത്തി എന്നറിഞ്ഞാൽ തൊട്ടടുത്ത ഘട്ടം അവനൊരു കല്യാണം ആലോചിക്കും. വയസ്സ് എത്രയുണ്ട്? അപ്പോൾ പെൺകുട്ടിക്ക് എത്ര വയസ്സ് കാണും? ഒരു ഊഹം, 1-2 വയസ്സ് കുറച്ചങ്ങ് പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ചാർച്ചയിൽപ്പെട്ട കുട്ടിയാകണം. അപ്പോൾ വിവാഹമെല്ലാം നിശ്ചയിച്ചു. പെൺകുട്ടിയുടെ വീട്ടിലാണ് വിവാഹം. വിവാഹ നിശ്ചയത്തോട് ബന്ധപ്പെട്ട് വരൻ വധുവിന് തൻ്റെ പേർ കൊത്തിയ ഒരു മുദ്രമോതിരം അണിയിക്കും. അവൻ്റെ പേര് കാണുമല്ലോ, കുടുംബപ്പേരോ എന്തെങ്കിലും ഒരു അടയാളം അവൻ്റെ കാണും. വധു തൻ്റെ പേർ കൊത്തിയൊരു മോതിരം വരനെ അണിയിക്കും. വരൻ തൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ഏതാനും താലന്ത് പൊന്നോ വെള്ളിയോ അവൾക്ക് സ്ത്രീധനം കൊടുക്കും. മനസ്സിലായോ? പെണ്ണിനാണ് കൊടുക്കുന്ന സ്ത്രീധനം അങ്ങോട്ട്. നമുക്കൊക്കെ അതിവിടെ നേരെ തിരിച്ചാ അല്ലേ? അതെന്തുകൊണ്ടാ അറിയോ? ദൈവത്തിൻ്റെ ഒരു കൃപ, അല്ല എന്തുവാ? അർഹതപ്പെടാത്ത സ്ഥാനത്ത് നമുക്ക് വേണ്ടിയുള്ള ഒരു കരുതലല്ല. അതെന്തോ അത്? അല്ലേ എന്നെപ്പോലുള്ളതൊക്കെ ലോൺ എടുത്താലും പെണ്ണ് കെട്ടാൻ പറ്റിയില്ലെന്ന് പിടികിട്ടിയോ? പെണ്ണുങ്ങൾ അറിയേണ്ടതൊന്നും പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ അവിടെ നേരെ പെൺകുട്ടിക്ക് അങ്ങോട്ട് പണം കൊടുക്കണം, പ്രാപ്തി പോലെ കൊടുക്കണം. അവിടെ അത് കളയാനൊന്നും പാടില്ല, കയ്യിൽ ക്യാഷ് കാണണം. അതിൻ്റെ ഉപയോഗമൊക്കെ ഞാൻ പിന്നെ പറയാം, സമയമുണ്ടേ. ഇതിന് ശേഷം ഇവനൊരു മനോഹരമായ ശിരോവസ്ത്രം അവളെ അണിയിക്കും. ആ ശിരോവസ്ത്രം ഇവന് മാത്രമേ ഉയർത്താൻ അനുവാദമുള്ളൂ മുഖത്തുനിന്ന്. അവൻ്റെ ആയി ആ പെൺകുട്ടി. ഇത്രയുള്ള ചടങ്ങ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അരിപ്പിരിയും. കല്യാണം എന്നാന്ന് ആരെങ്കിലും ചോദിച്ചാൽ പയ്യനറിയത്തില്ല, പെണ്ണിനറിയത്തില്ല, വീട്ടുകാർക്കറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഒരാൾക്ക് അറിയൂ, ഈ പയ്യൻ്റെ അപ്പൻ.
എന്താ കാര്യം? അത് അപ്പൻ്റെ മാത്രം പരമാധികാരമാണ്, എപ്പോൾ നടത്തണം. എന്നാൽ ചില സൂചനകൾ ഈ മോനും മറ്റുള്ളവർക്കും അറിയാം. എന്താണെന്നറിയണ്ടേ? ഈ നിശ്ചയം കഴിഞ്ഞതിൻ്റെ തൊട്ടടുത്ത നിമിഷം മുതൽ എപ്പോൾ വേണമെങ്കിലും കല്യാണം നടക്കാം. അതിന് ചിലപ്പോൾ കാലങ്ങൾ മുമ്പോട്ട് പോകും, 8-10 കൊല്ലം, അത്രയും വർഷം കല്യാണത്തിനുള്ള ഒരുക്കമാണ്. അപ്പോൾ കല്യാണത്തിൻ്റെ ഗാംഭീര്യത നിങ്ങളൊന്ന് ഓർത്ത്. അടുത്തത്, ഈ കല്യാണം എന്ന് പറയുന്നത് വരുന്നത് വരെ ഈ എന്ന് നിശ്ചയം കഴിഞ്ഞോ അന്ന് ഈ ആൺകുട്ടി അന്ന് മുതൽ ഇവളെ കാണേണ്ടത് തനിക്ക് വേണ്ടി നിശ്ചയിച്ച പെണ്ണ് എന്നല്ല, തൻ്റെ ഭാര്യ. തെളിവ് തരാം. നിശ്ചയം കഴിഞ്ഞ യോസേഫിനോട് ദൂതൻ പറയാ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട കേട്ടോ. ഭാര്യയാണ്. അവൾ അവനെ ഭർത്താവായിട്ടും കാണണം. മൊബൈൽ ഒന്നുമില്ല, നെറ്റ് ഒന്നുമില്ല, മെസ്സേജ് അയക്കാൻ പറ്റില്ല, പക്ഷെ ഉള്ളുകൊണ്ട് ഇവരുടെ സ്നേഹം എന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഈ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കല്യാണ നിശ്ചയം കഴിഞ്ഞ് പോയിരിക്കുകയെന്ന്. നമ്മളൊരുവൻ്റെ കാന്തയാണെന്ന് ഉറപ്പായ വിവാഹത്തിൽ കാന്ത എന്ന പദവിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ സ്പിരിച്വൽ അതിൻ്റെ സന്ദേശം കൂടെ ഉൾക്കൊള്ളണം കേട്ടോ. അടുത്തേ, നാട്ടുകാർ ഈ നിശ്ചയം കഴിഞ്ഞ പെണ്ണിനും ചെറുക്കനും വിളിക്കുന്നത് രസകരമായ മറ്റൊരു പേരാ. ഈ ആൺകുട്ടിയെ വിളിക്കും രാജകുമാരൻ അഥവാ രാജാവ്, കിങ് ഓർ പ്രിൻസ്. ഈ പെൺകുട്ടിയെ വിളിക്കും രാജ്ഞി അല്ലെങ്കിൽ രാജകുമാരി. ഒരു പെൺകുട്ടിയോട് നീ രാജകുമാരിയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ? നിശ്ചയം കഴിഞ്ഞ പെണ്ണാണോ? അപ്പം മനസ്സിലായി. ഇവരുടെ നാട്ടിൽ കല്യാണം നടക്കുന്നത് രാത്രിക്കാണ്, ഫംഗ്ഷനല്ല. ഓരോ പ്രഭാതത്തിലും ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ പെണ്ണിനെ നേരത്തെ വിളിച്ചുണർത്തി. കുറേ കഴിയുമ്പോൾ അവളത് ശീലിക്കും. ഒരു ചിത്ര തയ്യലുള്ള വിശേഷ അങ്കി കാട്ടിയിട്ട് പറയും, കുഞ്ഞെ ഇന്ന് വൈകുന്നേരമാണ് നിന്റെ കല്യാണം നടക്കാൻ പോകുന്നത് അല്ലെന്നോ ആര് കണ്ടു? നനയാത്ത നിമിഷത്തിൽ നിന്റെ കാന്തൻ വരാം. ഇത് നിന്നെ അണിയിക്കുന്നത് ഇന്നായതുകൊണ്ട് ഒരുങ്ങി റെഡിയായിരുന്നോണം. അവൾ കുളിച്ചു, ശുദ്ധയായി, പനിനീർ പൂശി, സുന്ദരിയായി കാന്തനെ കാത്തിരിക്കും എന്ന് മാത്രമല്ല, വീടും പരിസരവും കയറി വരുന്ന വഴിയുമെല്ലാം അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്ത് കാത്തിരിക്കും. എവരി ഡേ. ആലോചിച്ച് നോക്കി. ഒരു യഹൂദ പെൺകുട്ടി തൻ്റെ കാന്തന് വേണ്ടി ഒരുങ്ങാനും ശരീരം സംസ്കരിക്കാനും സംരക്ഷിക്കാനും വീടും പരിസരവും ശുദ്ധിയാക്കാനും അങ്ങനെ സംസ്കാരചിത്തയാകാൻ പഠിക്കുന്ന പ്രായം കണ്ടോ? എത്ര ചെറുപ്പമാണ് കണ്ടോ? അങ്ങനെ നമുക്ക് കുറേ പിള്ളേർ കാല് പിടിക്കണമെന്ന് കുളിക്കണമെങ്കിൽ. അല്ലേ? ഒന്ന് കാല് പിടിച്ച് അവിടെ മുമ്പിൽ ഇങ്ങനെ നമ്മൾ തൊഴണം. എൻ്റെ ഒന്നു കുഞ്ഞെ, ഇത് മുഖമൊക്കെ സുന്ദരിയാക്കി വെക്കും, പക്ഷെ ഒന്ന് കുളിക്കാം. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, ലൈവ് കൂടെ ഉള്ളതുകൊണ്ട്. അവൾ മുടി ചീകി ശുദ്ധയായി കയ്യിലെയും കാലിലെയും നഖമൊക്കെ വെട്ടി വളരെ വൃത്തിയായിട്ട് നടക്കണമെന്ന്. നമ്മുടെ ചില കുഞ്ഞുങ്ങളുടെയൊക്കെ കാലും നഖമൊക്കെ കണ്ടാൽ ഈ മഞ്ചട്ടിപ്പാമ്പ് തല്ലുകൊണ്ട് കിടക്കുന്ന പോലെ, പാമ്പ് തല്ലുകൊണ്ടിട്ട് ഇഴയാൻ വയ്യാത്ത പോലെ കിടക്കുന്ന പോലെ നഖം, മുഖമൊക്കെ സൂപ്പറാണ്. പക്ഷേ മനസ്സിലായില്ലേ? യഹൂദ പെൺകുട്ടി ശരീരം സംരക്ഷിക്കാൻ പഠിക്കുന്ന പ്രായം മനസ്സിലായോ? കാര്യം മനസ്സിലാക്ക്. അപ്പോഴിനി അടുത്തുണ്ട്, ശരീരം സംരക്ഷിച്ചാൽ പോരാ, വീടും പരിസരവും ശുദ്ധിയായിരിക്കണം. ഇല്ല, വീട് കണ്ടു കഴിഞ്ഞാൽ മ്യൂസിയം പോലാണെങ്കിൽ സ്ഥിതി ആലോചിച്ച്, അവളും നല്ല ഡീസൻറ്റാ, എല്ലാം ശുദ്ധിയാണ്. വീട് കണ്ടു കഴിഞ്ഞാൽ മ്യൂസിയത്തിൽ ചെന്നൊരു പ്രതീതി.
അങ്ങനെ ഇടരുത്. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന ഏറ്റെടുത്തിട്ട് പറയും ഇത് പുരാവസ്തു സൂക്ഷിക്കേണ്ട സ്ഥലമാണെന്ന് പറയും. ചെയ്യരുത്, ശ്രദ്ധിച്ചോണം. നമ്മൾ പെണ്ണിൻ്റെ കാര്യമേ പറഞ്ഞുള്ളൂ, പയ്യൻ്റെ അടുത്ത് പോയില്ല. അവിടെ പറയണം അല്ലേ? പെണ്ണിനെ കുറിച്ച് അല്പം കൂടി പറയാം. അവളെ തൻ്റെ വീടും പരിസരവും എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് ഭക്ഷ്യപദാർത്ഥങ്ങൾ, പ്രധാനം പഴവർഗ്ഗങ്ങൾ അവർക്ക്, കാരണം ഉഷ്ണമേഖലാ പ്രദേശമാണ്, ജ്യൂസൊക്കെയാണ് പ്രധാനം, ഇതെല്ലാം റെഡിയാക്കി ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കും. കണ്ടാൽ കഴിച്ചു പോകും. ആ വിധത്തിൽ വീടും പരിസരവും, എത്ര ദരിദ്രരും എത്ര ചെറിയ വീടുള്ളവരും അത് ഭംഗിയാക്കിയിടും. കാണുന്നത് തന്നെ ഒരു ഐശ്വര്യം. ആ ചരിത്രം ഇന്നും അവർക്ക് അന്യമായിട്ടില്ല. ഈ ഇസ്രയേലും പാലസ്തീനും ഒക്കെ കാണണം. ഞാനൊരിക്കൽ ഈ കോവളം വഴി ഒരു കൺവെൻഷന് പോവാം. അപ്പോൾ കോവളത്ത് ചെന്നപ്പോഴേക്ക് എതിരെ കൊണ്ട് ഈ പ്ലാക്കാർഡും ഒക്കെ പിടിച്ച് കുറേ പേര് ഒരു സമരം പോലെ ഇങ്ങോട്ട് വരിക. അപ്പോൾ അവരങ്ങ് പൊക്കോട്ടെന്ന് ഓർത്ത് ഞാൻ വണ്ടി ഒതുക്കി ഒരു ചായ കുടിക്കാൻ ആ കടയിൽ കയറി. ഇവരും അവിടെ നിർത്തി അവരുടെ സമ്മേളനം തുടങ്ങാൻ പോവാം. അതിന് മുമ്പ് ഇവരും കുറേ പേര് ചായ കുടിക്കാൻ അങ്ങോട്ട് വന്നു. അപ്പോൾ ഇവർ ഈ കുറേ ബുക്കൊക്കെ ഉണ്ട്, പലരെ കൊണ്ട് അവർ വാങ്ങിപ്പിക്കുക. അപ്പം ഞാൻ അന്ന് വാങ്ങാമെന്ന് വെച്ചു, കാരണം ഇവർ നല്ല കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ എഴുതുന്നത്. ഞാൻ ഈ ബുക്കൊക്കെ വില കൊടുത്ത് വാങ്ങി. ഇവർക്ക് എന്നോടും വലിയ കാര്യം. അപ്പം ഞാൻ ചോദിച്ചു, സഖാക്കളെ ഇതെന്താ ഈ ക്യാമ്പയിൻ എന്താ? സാറേ അതേ, പാലസ്തീനിൽ പാവങ്ങൾക്ക് നേരെ അവർ വെടിയുതിർത്ത് ഇസ്രയേൽ പിഞ്ചോമനകളെ കൊല്ലുന്നു, സ്ത്രീകളെ കൊല്ലുന്നു, ഈ നരനായാട്ടിനെതിരെ ഒരു പ്രതിഷേധം നടത്തുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എല്ലാ പിന്തുണയും എൻ്റെ ഉണ്ടാവും. ഇങ്ങനെ വേണം സമരം. കാരണം പ്രശ്നം നടക്കുന്നത് പാലസ്തീനിൽ, സമരം നടക്കുന്ന കോവളത്ത്. ഇത് കൊള്ളാം. അങ്ങോട്ട് എല്ലാം വയ്യായിരുന്നോ? പുകയ്ക്കും, പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ബാക്കി കാണുകയില്ല. ഇങ്ങനൊരാൾ ഭൂമി ജീവിച്ചിരുന്ന ചരിത്രം പോലും കാണുകയില്ല. ഇതെന്താ രാജ്യം എന്നാ ചിന്ത ഒക്കെ ഞാൻ പ്രവചനം പറഞ്ഞു വരുന്ന വഴിക്ക് മനസ്സിലായില്ലേ? അടിയന്തര ഘട്ടത്തിൽ ഹെലികോപ്റ്റർ റോഡിൽ ഇടിച്ചിറക്കും. അത്തരം റോഡാണ് പണിതിരിക്കുന്നത് യുദ്ധം വരുന്ന ഘട്ടത്തിൽ. മനസ്സിലായില്ലേ? മനുഷ്യാവകാശങ്ങളുടെ വില എന്താ? ഒരു നഴ്സ് മരിച്ചിട്ട് കൊണ്ടുവന്നുണ്ടോ? നമ്മുടെ നാട്ടിലേക്കുള്ള സ്ഥിതി എന്താ? ഇതാണ് ആ രാജ്യം. മനുഷ്യ പ്രാണനും മനുഷ്യൻ്റെ വ്യക്തിത്വത്തിനൊക്കെ വലിയ പരിഗണന കൊടുക്കുന്ന രാജ്യം ഒരു രാത്രി കൊണ്ട് കിട്ടിയതല്ല. ഞാൻ പകൽ പറഞ്ഞതുപോലെ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അവർ സംരക്ഷിച്ച് സൂക്ഷിച്ചു പോരുക. ഹല്ലേലൂയ, സ്തോത്രം. ഇതാ അവിടുത്തെ പെൺകുട്ടികൾ. ഞാൻ അവരെക്കുറിച്ച് ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞൊരു കാഴ്ച കാണാം. മൊത്തം സ്ത്രീകളാണ്. സൈനിക മേധാവികളും പ്രധാനപ്പെട്ട ഓഫീസുകളും എല്ലാം സ്ത്രീകളാണ്. 12 വയസ്സൊക്കെയുള്ള പെൺകുട്ടികൾ സൈനിക സേവനത്തിൽ AK-47 കൊണ്ട് നിൽക്കുക. AK-47 കയ്യിലിരിക്കുന്നത്. അത് വെച്ച് കളിക്കുകയെന്ന് തോന്നുന്നു. അതുപോലെ കയ്യിരിക്കരുത്. അന്നേരമൊക്കെ ഞാൻ നമ്മുടെ പോലീസുകാരുടെ കാര്യം ഓർത്ത് ഒരു പഴയ തോക്കും കൊണ്ട് ഇവിടെ നിന്നിട്ട് ഒരു 3-4 തവണ വലിച്ചിട്ട് മുകളിലോട്ട് പോവാ. മനസ്സിലായില്ല? നമ്മൾ നിസാരമല്ല നമ്മുടെ പോലീസ്. അവരനുഭവിക്കുന്ന ത്യാഗം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. എത്ര തവണ ഇങ്ങനെ വലിക്കുമ്പോഴാണ് ഒരു പിടി നേരെ മുകളിലോട്ട്. കണ്ടില്ലേ? ചുരുക്കി പറഞ്ഞാൽ ഇവരുടെ ഈ ഗണ്ണ ഇരിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും സ്ത്രീകളാണ് അവിടെ മുൻപന്തിയിൽ. അത് യിരെമ്യാവിൻ്റെ പ്രവചനമാണ്. അന്നാളിൽ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. വചനത്തിൻ്റെ നിവൃത്തി എത്ര കാലം കഴിഞ്ഞപ്പോൾ. അന്ന് യിരെമ്യാവ് പഴഞ്ചനാന്ന് ആളുകൾ പറഞ്ഞു കാണും. പക്ഷെ യിരെമ്യാവ് പ്രവചിച്ച വചനം പഴഞ്ചനല്ല. അത് ആധുനികതയെയും കടത്തിവെട്ടുന്ന അത്യാധുനിക ചിന്തകളുടെ ഒരു കാലത്തെ കണ്ടെഴുതിയതാ. അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. അതിനൊക്കെ പകരം നമുക്ക് കുറേ സ്ത്രീകൾ കാക്കണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല മേഡവനെ സാറേ. ഞങ്ങൾ പകൽ ഒത്തിരി പറഞ്ഞു. ദൂതായിരുന്നു, പകലല്ല ഇവിടെ. സാറ് പകൽ വരേണ്ടതായിരുന്നു. ആൻറ്റി പിണങ്ങരുത്, അവിടെ ഇരുന്നോ, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷനെ കാക്കും. പോട്ടെ, അപ്പോൾ സ്ത്രീകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പുരുഷന്മാരിലേക്ക് വരാമല്ലോ. വാളങ്ങും ഇഞ്ഞും ദോഷം ചെയ്യും, അതിനകത്തൊന്നും പേടിക്കരുത്. അപ്പോൾ ഏതായാലും ഈ പുരുഷന്മാർ 10-11 വയസ്സായി പയ്യൻ എന്താ കല്യാണം താമസിക്കുന്ന അറിയണ്ടേ? തനിക്കും തൻ്റെ കാന്തയ്ക്ക് ഒരുമിച്ച് വസിക്കാൻ ഈ പയ്യനൊരു വീടുണ്ടാക്കണം.
വീട് വാസയോഗ്യമാണെന്ന് അപ്പന് ബോധ്യം വരണം. വീട് ബാധ്യതകളില്ലാത്തതാകണം. കാരണം വീട്ടിൽ സ്വസ്ഥമായി പാർക്കണം. EMI അടയ്ക്കണമെന്ന് പറഞ്ഞ ചെറുക്കൻ നെഞ്ചും തിരുമ്മി അതിലേ നടന്നാൽ പോരാ. ബാധ്യതാരഹിതമായൊരു വീട്ടിലേക്ക് വേണം പെൺകുട്ടിയെ കൊണ്ടുവരാൻ. അതൊരു വാസ്തവത്തിൽ നമ്മളൊക്കെ ചെയ്തേക്കുന്നത് എന്താ? ലോൺ എടുത്തൊരു വീടുമൊക്കെ വെച്ചിട്ട് വിഷയം ഉണ്ടാകുമ്പോൾ പുള്ളിക്കാട്ട് പറയാ, നോക്കടി ഞാൻ അങ്ങനെ നോക്കുന്നതെന്ന് വീടുമൊക്കെ വില്ലിച്ച് നമ്മൾ നിൽക്കുക. പക്ഷെ സംഭവമില്ല, എന്താ ലോണാ. പക്ഷെ ലോണ് പറ്റിയില്ല. ഈ ചെറുക്കനെങ്ങനെ പൈസ ഉണ്ടാവുക? പരിപാടിയുണ്ട്. ഇവൻ ജോലി തിരഞ്ഞെടുക്കണമെന്നപ്പോഴേ അവൻ്റെ പ്രാപ്തിക്ക് പറ്റിയ ജോലി. തീരെ പ്രാപ്തനല്ലെങ്കിൽ അവന് ചെയ്യാവുന്നൊരു ജോലി തൻ്റെ വീട് ഒരു ഭക്ഷണശാലയാക്കി മാറ്റും. വഴിയാത്രികരെ വിളിക്കും. അത് വിളിക്കുന്നത്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അടിയൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തെ കൈക്കൊണ്ടു പോകാം. അത് കേട്ടാലേ നമ്മൾ കയറിപ്പോവും. ചില ഹോട്ടലിലും കടകളിലും ഒക്കെ കയറിയാൽ അവർ നമ്മൾക്ക് ഭക്ഷണം തന്നേ വിടുകയുള്ളൂ. അവർ ആ സ്നേഹം കണ്ട നമ്മുടെ കണ്ണ് നിറയും, ഹൃദയമെല്ലാം അങ്ങ് നിറയും, അല്ലേ? അങ്ങനെയുള്ളവരും ഉണ്ട്. ഇവിടെ കയറിപ്പോയല്ലോ എന്ന് ഓർക്കുന്നവരില്ലേ? അങ്ങനെയുണ്ട്. ഇവരുടെ രീതി ഭയങ്കരമാണ്. മനുഷ്യനെ വിളിച്ചുകൊണ്ട് വരും. ഇതിനകത്ത് പൈസ വേണമെന്നില്ലെന്നവിടെ, അനുഗ്രഹിച്ചാൽ മതി. അവർക്ക് അത്ര അവരുടെ ചിന്ത. അപ്പോൾ ഈ സേവനമെല്ലാം കഴിയുമ്പോൾ ഈ ആൾ ചോദിക്കും, അങ്ങ് വാസ്തവത്തിലൊരു രാജകുമാരനാണോ? അതെ. ആരാണ് ആ ഭാഗ്യവതി? പെണ്ണിൻ്റെ പേര് പറയും യഹോവ. അബ്രഹാമിനോടുകൂടെ സാറയെ അനുഗ്രഹിച്ചതുപോലെ, ഇസഹാക്കിന് റിബേക്കയെ ലഭിച്ചതുപോലെ, ബോവസിനപ്പൻ രൂത്തിനെ നൽകിയതുപോലെ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നിട്ട് കണക്കില്ലാതെ ഒരു പിടി നാണയം അങ്ങ് വാരിക്കൊടുക്കും. ശേക്കൽ. സമ്പന്നൻ കൂടുതലും ദരിദ്രൻ എന്തെങ്കിലും കൊടുക്കും. ഫണ്ട് വന്നാണ്ടോ? പിന്നെ ഈ ഫണ്ട് നേരെ കൊണ്ട് അമ്മയെ കാണിക്കുമ്പോൾ അമ്മ പറയും, കളയല്ലേ, നിന്നെ കാത്ത് ഒരു മോളിരിക്കുന്നു, അവളെ കൊണ്ടുവരണ്ട. മനസ്സിലായോ എന്ന് ചോദിക്കും. അവളോടുള്ള സ്നേഹം നിമിത്തം അവൻ അവൾ അണിയിച്ച മോതിരത്തിൽ ചുംബിക്കും. മനസ്സിലായോ? ഇതാ ഉത്തമഗീതത്തിൽ പറയുന്നത്, എന്നെ ഒരു മുദ്രമോതിരമായി നിന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. വലിയ മർമ്മങ്ങളത്. അപ്പോളേ ഈ പണം കിട്ടുമ്പോൾ ഇവൻ ഈ പണം അപ്പാടെ അപ്പനെ ഏൽപ്പിക്കും. നമ്മുടെ ചെറുക്കന് ഇതുപോലെ പൈസയൊക്കെ കിട്ടുന്നുണ്ട്. അവൻ കിട്ടുമ്പോഴേ റീചാർജ് ചെയ്യാനുള്ള ഓട്ടമാണ്. ഓടിട്ട് ഈ സഭായുഗത്തിലെല്ലാം ഇരുന്ന് ചുണ്ണാമ്പ് തൂക്കുക. തൂത്ത് ഒരു പരുവായി, അല്ലേ? നമുക്കിതുപോലെ അറിയാം ഇവൻ എവിടായി തൂക്കുന്നത്, എങ്ങോട്ടാണ് തിരിക്കുന്ന, ഒരു പിടിയും കിട്ടുന്നില്ല. എൻ്റെ മോനെ, യഹൂദനെ കണ്ടുപഠിക്കണം. അവനിതെല്ലാം കൊണ്ട് അപ്പനെ ഏൽപ്പിച്ചു. ഇവനിട്ടതിൻ്റെ 10 മടങ്ങ് അപ്പന് വിട്ടു. ഇങ്ങനെ ഈ ഭവനം പണി. നമ്മുടെ കർത്താവ് ഒരു മർമ്മം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോവാ. ഞാൻ പോയി കഴിഞ്ഞാൽ, ആ ഭവനം തീർന്നു കഴിഞ്ഞാൽ നിങ്ങളെ എൻ്റെ കൂടെ പാർപ്പിക്കേണ്ടതിനാ. ഒന്നും ആയില്ല ഭവനത്തിൻ്റെ പണി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതെല്ലാവരും മർമ്മമാണ്, അല്ല ചുമ്മാ പറയുന്നതല്ല. ഇനി തിരിച്ചു വരാം. അങ്ങനെ ഇരിക്കേ ഇനി പെണ്ണിൻ്റെ ഒരു കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഈ പെണ്ണിന് ഇന്നലെ വരെ കിട്ടിയ സ്വാതന്ത്ര്യം ഇന്ന് വീട്ടിലില്ല. നിശ്ചയം കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയില്ല, ഈ പെൺപിള്ളേരും പപ്പായും തമ്മിൽ വലിയ ക്ലോസാണ്. അവർ വന്ന് പപ്പായുടെ കാര്യമെല്ലാം കൈകാര്യം ചെയ്യുന്നു, ഒരു അധികാരത്തോടെ എടുക്കുന്നു. പപ്പായുടെ ഉടുപ്പ്, പാൻറ്റ്, അത് ഞാനാ തേക്കുന്നത്, ഇതാ ഇവരങ്ങ് എടുക്കുകയല്ലേ. അങ്ങനല്ലേ പെൺപിള്ളേർ. വെളിയെന്ന് എടുക്കുമ്പോൾ അനിയത്തി പറയും, അവിടെ ഒക്കെ എടുക്കരുത്, എന്താ പപ്പായുടെ സാധനം അവിടെ ഇരിക്കട്ടെ. പപ്പ എൻ്റെയും കൂടെ അല്ലേ. അതല്ല, ചേച്ചിയെ പറഞ്ഞു വിട്ടതാ, അപ്പ ഞങ്ങളുടെയാ. ഒക്കെ ദുഃഖം. ഏത് കാര്യത്തിൽ ചെന്നെടുത്താലും പറയും അവിടെ വെക്ക്. പരാതി അപ്പായോട് പറയുമ്പോൾ അപ്പ പറയും, നിന്നോടെനിക്ക് സ്നേഹക്കുറവൊന്നുമില്ല, പക്ഷെ നിന്നെ ഒരുവന് കൊടുത്തതാ. അവിടെ ഉള്ളിലെ വേദന ആലോചിച്ച് അവിടെ വേദനയോട് അകത്തോട്ട് കയറും. ആശ്വസിക്കാൻ ഒറ്റ വഴി, ഈ മോതിരം. കാന്ത,
എന്നെ ഒരു മുദ്രമോതിരമായി നിൻ്റെ ഹൃദയത്തിൽ വെക്കണമെന്ന്. കുഞ്ഞുങ്ങളെ, ലോകം നിങ്ങളെ പകയ്ക്കുന്നെങ്കിൽ ആശ്ചര്യപ്പെടരുതെന്ന്. നമുക്കൊപ്പം പിറവി കണ്ടവർ, വേണ്ടപ്പെട്ടവർ, സുഹൃത്തുക്കൾ നിർണായകങ്ങളായ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അവഗണിക്കുമ്പോൾ ഒന്നോർക്കണം, നാം ഇവിടുത്തുകാരല്ല. നമുക്കൊരു കാന്തനുണ്ട്, ഒരു വാഗ്ദത്ത പുരുഷൻ, നമുക്കൊരു പ്രിയപ്പെട്ടവൻ, നാം അവനുള്ളവരാ. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കേ ഇവൾ കളിക്കാൻ പോവാ. കൊച്ചല്ലേ, അത് കളിക്കരുത് ചിരിക്കരുതെന്ന് പറഞ്ഞാൽ ലോകമോ പോകും വഴിക്ക്. ഇവൾക്കാകപ്പാടെ കൂടാവുന്നത് ഇതുപോലെ ശിരോവസ്ത്രം ധരിച്ച മറ്റു പെൺപിള്ളേരുണ്ട്, രാജകുമാരികൾ. അവർക്ക് കൂടാം. മറ്റു പെൺകുട്ടികളെ കണ്ടാൽ ഇവരെ വിട്ട് അവരങ്ങ് മാറും. പെട്ടി കിട്ടിയോ? കാര്യം മനസ്സിലായോ? അടുത്തതേ, പൊതുവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നിർബന്ധമായും ഇവർ ഈ ശിരോവസ്ത്രം ധരിക്കും. എന്തിനാ? അതിന് കാരണമുണ്ട്. ഇതുപോലെ കല്യാണമോ അല്ലെ കൺവെൻഷനോ മീറ്റിങ്ങോ ഒക്കെ വരുമ്പോൾ ഇങ്ങനൊരു പെണ്ണ് അവിടെ വന്നിക്കുക, അവൾ ഈ ശിരോവസ്ത്രം ഇട്ടില്ലെന്ന് വെച്ചോ. ചില അമ്മച്ചിമാർ ഇവളെ കണ്ടിട്ട് പറയും, നമ്മുടെ ജേക്കബ് കുട്ടിക്കൊന്ന് ആലോചിച്ചാലോ. ജേക്കബ് കുട്ടി കുറേ നേരമായിട്ട് ഈ സെൽഫി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്, അതിലേക്ക് നടന്നു ഇങ്ങനെ വീശി. അവൻ്റെ ഒരു ബുദ്ധിമുട്ട്, അവൻ്റെ കുഴപ്പമില്ല, ശിരോവസ്ത്രം ഇല്ല. ശിരോവസ്ത്രം ഇട്ട ജോസഫ് കുട്ടി കളി മാറി. ഇതൊരാടെ സ്വന്തമാണ്. ഇതിൻ്റെ തെളിവായി കൊടുക്കുന്നത്. ഞാൻ ഉടമസ്ഥതയുള്ള ആളാണ്, എൻ്റെ കാന്തൻ. അവന് വേണ്ടിയാണെന്ന് ഈ സൗന്ദര്യം, അവന് വേണ്ടിയാണ് ഞാൻ, എൻ്റെ പ്രിയനുള്ളവളാണ് ഞാൻ. ആ പ്രഖ്യാപനമാണത്. സ്തോത്രം. ഇനി ഇതൊക്കെ ആണെങ്കിലും വർഷങ്ങൾ പിടിക്കുന്ന കല്യാണം. ഈ പെൺകുട്ടി വഴിതെറ്റിപ്പോകാനോ മറ്റൊരു പുരുഷനാകാനോ ഒക്കെയുള്ള സാധ്യത കുറവാണെങ്കിലും ഒരു ചെറിയ സാധ്യത ഇല്ലേ? എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. അങ്ങനെ വന്നാലും വീട്ടുകാർക്ക് അതിൽ പ്രശ്നമില്ലെന്നല്ല, ഉത്തരവാദിത്തമില്ല. ഈ കാന്തനും ആൾക്കാരും ഒക്കെ വന്നിട്ടേ ഇവൾ വഴിവിട്ടുപോയി, തെറ്റിപ്പോയി, മറ്റൊരു പുരുഷന് ഭാര്യയായി എന്നൊക്കെ കേട്ടാൽ ഇവിടെ വന്ന് ബഹളമൊന്നും ഉണ്ടാക്കാനൊക്കെയില്ല. കൊടുത്ത സ്ത്രീധനവും കിട്ടുകയില്ല. കാന്തയുടെ അപ്പൻ ചോദിക്കും, നീ എവിടായിരുന്നു? നിനക്ക് ഞങ്ങൾ പെണ്ണിനെ തന്നിട്ട് വർഷത്ര എന്താ കൊണ്ടുപോഞ്ഞേ? നിൻ്റെ അപ്പനെന്താ ജോലി? നിനക്കെന്തായിരുന്നു കാര്യം? നീ എന്താ ലേറ്റായേ? ചുരുക്കത്തിൽ തള്ളും. അപ്പോൾ ഈ പെൺകുട്ടിയെ സൂക്ഷിച്ച് സംരക്ഷിച്ച് തൻ്റെ വിവാഹ ദിനം വരെ ഒരുക്കേണ്ട ബാധ്യത കാന്തനാണ്. കാര്യം മനസ്സിലായ? ഉത്തരവാദിത്തം. അതിന് കാന്തൻ ഇവളെ വാച്ച് ചെയ്യാനൊരു സംവിധാനം ചെയ്തിട്ടുണ്ട്. കാന്തൻ്റെ അപ്പന ചാർച്ചയിൽപ്പെട്ട ഒരു മുതിർന്ന ബന്ധുവിനെ, ഒരു പുരുഷനെ ഇവളെ നോക്കാനും സംരക്ഷിക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മനുഷ്യൻ ഇവളെ മിക്കവാറും കാണും, കഴിവതും എന്നും കാണും. അവൾക്കിതുവരെ ഇയാളിനെ മനസ്സിലായിട്ടുണ്ട്, ആരാന്നറിയില്ല. ഒക്കെ ഒരാവശ്യമെന്ന് കണ്ടാൽ പിറ്റേന്ന് ഇത് വീട്ടിൽ കാണും. അവൾക്ക് പുതിയ വസ്ത്രം വേണോ, അവൾക്ക് പനിനീര് വേണോ, അവൾക്ക് അണിഞ്ഞൊരുങ്ങാൻ എന്ത് വേണം, അവൾക്ക് ആഹാരം വേണോ, അവൾ ആഗ്രഹിക്കുന്നത് വീട്ടിലെത്തിയിരിക്കും. എങ്ങനെയാണെന്നൊന്നും അവൾക്കറിയില്ല, അതവിടെ എത്തും. രണ്ടാമതേ, അവളുടെ ഭാഗത്ത് ചെറിയ തെറ്റും കുറ്റമൊക്കെ വന്നാൽ ഈ കാര്യസ്ഥൻ കാന്തനോട് പറയും, കുഴപ്പമൊന്നുമില്ലെന്ന്, നല്ല കൊച്ചാണ്. പിന്നെ കൊച്ചു കുട്ടിയല്ലേ, അതിൻ്റെ വികൃതിയൊക്കെ ഉണ്ട്, അങ്ങ് മാറിക്കോളും. കാന്തൻ വീണ്ടും കാര്യങ്ങൾ ചോദിക്കുക, പറയാ, ഇന്നെത്ര ആവർത്തി അവൾ ആ മുദ്രമോതിരത്തിൽ ചുംബിച്ചു നിനക്കറിയോ? എപ്പോഴും നീയാണ് ആ ഹൃദയത്തിൽ. അവനും വലിയ സന്തോഷം. ഇവളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ ഈ മോതിരത്തിൽ ചുംബിക്കും, അവളെ ഓർക്കും. അങ്ങനെ കാണാതെ വർഷങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന രണ്ടുപേര്. ഇനി ഒരു കാര്യം, ഇങ്ങനെ ഇരിക്കും, ഒരു ദിവസം അപ്പൻ പറയും, സമയമായി. ഇത് അപ്പന് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സർവജ്ഞാനിത്വത്തിൻ്റെ അഭാവമല്ല, ഇത് അപ്പൻ്റെ അധികാരമാണ്. ആ അധികാരം ഞാൻ അങ്ങോട്ട് ചെല്ലുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അത് നിങ്ങൾക്കുള്ളതല്ല. പിതാവ് തൻ്റെ പദ്ധതിയിൽ വെച്ചിട്ടുള്ള സമയങ്ങളെ ആരായുന്നത് നിങ്ങൾക്കുള്ളതല്ല. ആ നാളും നാഴികയും സംബന്ധിച്ച്
പിതാവിന് മാത്രമേ അറിയൂ, പുത്രൻ അറിയില്ല എന്നത് അജ്ഞതയല്ല. അറിയില്ല എന്ന് പറയുന്നത് തൻ്റെ അറിവിൽ വരേണ്ട വിഷയമല്ലെന്നാണ്. തീർച്ചയായും ദൈവമെന്ന നിലയിൽ പുത്രനതറിയാം. പക്ഷെ പുത്രൻ പിതാവിന് വേണ്ടി സർവാധികാരവും ആ പക്കലായതുകൊണ്ട് ആ പുത്രൻ എന്ന നിലയിൽ തൻ്റെ വിധേയത്വം പ്രകടമാക്കുകയാണ് ആ വാക്കിലൂടെ. വ്യക്തത വന്നോ? വ്യക്തത വന്നോ? ആ, ഇനി താഴേക്ക് വരാം. ഈ പെണ്ണ് കല്യാണം നടക്കാതിരിക്കാൻ ഒരൊറ്റ ചാൻസ്. കഴിവതും ഈ കാർമ്മികനുണ്ടല്ലോ, കാര്യസ്ഥൻ, അദ്ദേഹത്തിൻ്റെ ഇഷ്ടം ഈ കല്യാണം നടത്താനാണ്. എങ്ങനെയും നടത്തണം. പക്ഷെ കാര്യസ്ഥൻ പറയുക വേണ്ട. കാര്യസ്ഥൻ വേണ്ടെന്ന് പറഞ്ഞാൽ കാന്തൻ കേട്ടൂല. പിടി കിട്ടിയോ? കാര്യം മനസ്സിലായോ? രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ള പഠിക്ക്. ഏത് എക്സ്ട്രീമിലാന്ന് വെക്ക്. അല്ല, ചെറിയ കാര്യങ്ങളിലെല്ലാം നമുക്ക് ഫൈൻ അടിക്കുന്ന ഒരു പോലീസിനെ പോലല്ല ദൈവം. നമ്മളെങ്ങനെ നരകത്തിൽ വിടാം അതിൽ ഗവേഷണം ചെയ്യുന്ന ആളുമല്ല ദൈവം. രക്ഷ ഉറപ്പ് തന്നെയാണ്. പക്ഷേ അങ്ങേറ്റത്തെ എക്സ്ട്രീമിലുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് തള്ളിക്കളഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാണെന്നൊന്നും ഇവിടെ ബാധകമല്ല. അത് പോക്കാ. ഒരിക്കൽ സ്വർഗീയദാനം ആസ്വദിക്കുന്നവർ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ആസ്വദിച്ചവർ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ പിന്മാറിപ്പോയാൽ അവർ തങ്ങൾക്ക് തന്നെ ദൈവത്തിനെ ക്രൂശിക്കുന്നവരും ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ ഈ രക്ഷയിലേക്ക് പുതുക്കാൻ കഴിവുള്ളതല്ല. മനസ്സിലായോ? എബ്രായനെ സ്പഷ്ടമായിട്ട് എഴുതി വച്ചിരിക്കുക. നിങ്ങൾ ഇതൊക്കെ സംബന്ധിച്ച് എഴുതുന്ന ആൾക്കാരുടെ പുസ്തകം വായിക്കണം. ഈ ഭാഗത്തൊരു 10-28 പേജിൽ വിശദീകരണം കൊടുത്താൽ നമുക്കൊന്നും പിടികിട്ടില്ല. ഇതിനെ കണ്ണിക്കാനായി നോക്കുന്നത്. ശക്തനായ ദൈവത്തിൻ്റെ വചനത്തെ ദുർബലനായൊരു മനുഷ്യൻ എഴുതി 10-28 പേപ്പർ കൊണ്ട് കണ്ണിക്കാൻ നോക്കി നോക്കുമോ? അവസാനം പറയും വിസ്താര ഭയത്താൽ വിട്ടുകളയുന്നു. ഉത്തരം അറിയത്തില്ലെന്ന് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറയാം. വിസ്താര ഭയത്താൽ. ആദ്യം ആ ഭയം മാറണമല്ലോ, വിസ്താര ഭയം. അപ്പോൾ പറഞ്ഞു വെച്ചാൽ രക്ഷ സുരക്ഷിതമാണ്. പക്ഷെ നമ്മൾ ക്രിസ്തുവിലായിരിക്കണം. അവൻ്റെ രക്ഷ സുരക്ഷിതം. ക്രിസ്തുവിനെ നിരാകരിക്കുന്നവൻ്റെ രക്ഷ പ്രശ്നാധിഷ്ഠിതമാണ് എന്ന് എബ്രായ ലേഖനം വളരെ തറപ്പിച്ച് പറയുക. അപ്പം ഞാനിതുവഴി വന്നതേ, നമ്മളിന്ന് കാത്തിരിക്കുന്നത് ആ കാന്തൻ്റെ വരവിന്. കാന്തൻ നനയാത്ത നിമിഷത്തിൽ ഒരു വരവ്. ആ വരവിൽ ഇതുപോലെ പെൺകുട്ടികളെല്ലാം ഇറങ്ങി വരും. തൻ്റെ കാന്തനാണോ വന്നേ? അവരൊന്ന് ശ്രദ്ധിക്കും. പക്ഷെ ശ്രദ്ധിക്കുമ്പോൾ യഥാർത്ഥ കാന്തയ്ക്ക് മനസ്സിലാവും. അതെങ്ങനെയെന്നറിയില്ല. എങ്ങനെ മനസ്സിലാകുന്നത്? എങ്ങനെ പിടികിട്ടുമെന്ന് ഞാൻ പറയാം. വർഷം മുമ്പ് കണ്ടുപോയതല്ലേ. എങ്ങനെ ഈ പയ്യന് മാറ്റമായി, പെൺകുട്ടിക്ക് മാറ്റമായി, കണ്ടാൽ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അതിന് പ്രധാനപ്പെട്ടൊരു കാരണമുണ്ട്. കാഴ്ചയൊന്നുമല്ല കാര്യം. നമ്മുടെ പത്രോസിനെ പോലെ അറിവ് കെട്ടൊരു മനുഷ്യനില്ല. പക്ഷെ മറുരൂപമലയിൽ നിൽക്കുമ്പോൾ പത്രോസ് യേശുവിനെ കണ്ടു. ഒപ്പം 2 പേരെ കണ്ടു. അറിയാം, 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറത്ത് മരിച്ചു ഇഹലോകം വിട്ടുപോയ ഏലിയാവ്, മോശ, പിന്നെ അവിടുന്ന് കാലം മുമ്പ് മരിച്ചുപോയ മോശ. ഇവരെ കണ്ടിട്ട് ആരും ക്ലാസ് എടുക്കാതെ പറയുക, ഞാൻ വീടുണ്ടാക്കും, ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയാവിന്. ഈ അറിവ് എങ്ങനെ കിട്ടിയേ? ആത്മസാന്നിധ്യം നമുക്ക് അറിവ് തരും. ഇതാ കർത്താവെന്ന്. നിത്യത ചെല്ലുമ്പോൾ പേര് ചോദിക്കാതെ പത്രോസിനെ മനസ്സിലാവും, പൗലൂസിനെ മനസ്സിലാവും. നമ്മളെ മനസ്സിലാകുമെന്ന് മാത്രമല്ല, മുൻകാല പ്രാബല്യത്തോട് നമ്മളെ വിളിക്കുമെന്ന് അവരെല്ലാം. പിടി കിട്ടിയോ? അതാ നിത്യത. അല്ല അപരിചിതത്വമൊന്നും ഇല്ലെന്ന്. അതാ നമ്മുടെ നിത്യത. നമ്മളെല്ലാം കൂടി മഹാസമ്മേളനം നടത്തിയിട്ട് ഒന്നിച്ചുകൂടി ഓരോ സഭകളിലുള്ള ഒരു പരിചയപ്പെട്ടൊക്കെ വന്ന് മനസ്സിലാക്കാൻ പാടാ. നിത്യതയിൽ അങ്ങനെയല്ല, ചിരകാല പരിചിതരെ പോലെ. ഹല്ലേലൂയ. ഒരു മഹാസംഗമമാത്. ആ രാജ്യത്തിന് വേണ്ടി ഇഹലോകത്തിൽ കാത്തു പാർക്കുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. അപ്പോൾ ആ ചിന്തയിലേക്ക് ഇനി ഡയറക്റ്റ് കിടക്കാം. സന്തോഷമായോ? മനസ്സിലായോ? നമ്മൾ വായിച്ചത് ദാനിയേലിൻ്റെ സ്വപ്നമാണ്. അതും മഹാരാജാവ് കണ്ട സ്വപ്നം.
ദാനിയേൽ പ്രവചനം കേവലമായ ഏതെങ്കിലും പെട്ടെന്ന് നിവൃത്തിയായ സംഭവ പരമ്പരകൾ കൊണ്ട് തീരുന്നതല്ല. അതുകൊണ്ട് അതൊക്കെ ഈ കാലഘട്ടം വരെ യേശുവിൻ്റെ പുനരാഗമനം വരെയുള്ള ചിന്തകളെ മുഴുവൻ സംക്ഷേപിച്ചിട്ടുള്ള വളരെ ആധികാരികമായ ഒരു പ്രവചനം. ഈ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, മഹാരാജാവ് ഒരു സ്വപ്നം കണ്ടു. നിങ്ങൾക്കറിയാം സ്വപ്നം കണ്ട രാജാവ് ക്ഷണത്തിൽ അത് മറന്നു. അത് മറന്നിട്ട് ആ സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങളെ അറിയാൻ വേണ്ടി ശകുനവാദികളെ, മന്ത്രവാദികളെ, ആഭിചാരകന്മാരെ ഒക്കെ വിളിച്ചു. അമ്മാർ വന്നു. ഉത്തരം പറയാൻ പറ്റുമോ? അമ്മാർ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഭൂതം, ഭാവി, വർത്തമാനവും. ആകെ നടക്കുന്നത് വർത്തമാനമാണ് അവിടെ. മനസ്സിലായോ? ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഭൂതം, ഭാവി, വർത്തമാനം. നല്ല ശരിക്ക് പറയുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ജോലിസനുണ്ടാകും. പുള്ളി സെൽഫ് സ്റ്റഡിയാണ്. അവിടെ പുള്ളി ഏതാണ്ട് പുസ്തകമൊക്കെ മേടിച്ച് തന്നെ പഠിച്ചതാണ്. അപ്പോൾ ഈ നാട്ടിലാരും അങ്ങോട്ട് പോകാറില്ല. ഞാനൊരു ദിവസം ഇങ്ങനെ ആ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ ഒരു അമ്മച്ചിയും ഒരു മോളും കൂടെ വരും. അപ്പോൾ ഈ കുരിശുമാലയൊക്കെ കിടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ക്രിസ്ത്യാനിയാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്നെ കണ്ടപ്പം എൻ്റെ ഈ വേഷം കണ്ടിട്ട് ഞാൻ അച്ഛനാണെന്ന് അവർക്ക് തോന്നി. അല്ലേ തന്നെ ഞാൻ അച്ഛനാണല്ലോ. കണ്ടല്ലോ സാറേ 3. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആദ്യം കൈകൂപ്പി, ഞാനും കൈകൂപ്പി. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇന്നടുത്തോട്ട് പോകാൻ വന്ന വഴിയൊക്കെ ചോദിച്ചു. ഞാൻ വഴിയെല്ലാം പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഈ മോക്ക് സുഖമില്ല, പലയിടത്ത് കൊണ്ടുപോയി, അവിടെ കൊണ്ടുപോയാൽ ഈ ഭൂതം മാറുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവിടെ പോയവരുടെ ഭൂതം മാറിയതായിട്ട് എനിക്കറിയില്ല, പലരുടെയും ഭാവി പോയതായിട്ടറിയാം. പോകുന്ന അങ്ങോട്ടാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഭൂതം പോകുമോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഭാവി ഉറപ്പായിട്ട് പോകും. ആണുങ്ങൾ പോയാലും സ്ത്രീകൾ പോയാലും പുരുഷന്മാർ പോയാലും പൈസ ഉള്ളവൻ പോയാലും ഏതെങ്കിലും തരത്തിൽ അവൻ ഭാവി അങ്ങ് തീർത്ത് തരുമെന്ന് പറഞ്ഞു. ഞാൻ വഴക്കെല്ലാം പറഞ്ഞ്, ഈ പണിക്കൊന്നും പോകല്ലേ, ഏതേലും ആയിക്കോട്ടെ, ഏതേലും സഭയായിക്കോട്ടെ, പ്രാർത്ഥിച്ച് തിരിച്ചു വിട്ടു. വഴക്കെല്ലാം പറഞ്ഞു വിട്ടു. പറഞ്ഞതേ, ഇവിടെയും ബോർഡ് വെച്ചു, ഭൂതം, ഭാവി, വർത്തമാനം. കാര്യത്തോടെടുത്തപ്പോഴാണ് ഇവർക്കറിഞ്ഞു ഇവർക്ക് ഇതൊക്കെ വലിയ കാര്യമൊന്നുമില്ല. കൊല്ലാൻ ഉത്തരവിട്ടു. രാജാവ് ആശങ്കാകുലനായി ഉത്തരവിട്ടപ്പോൾ ആദ്യം കൊല്ലാൻ പിടിച്ചാരെയാ? പാവപ്പെട്ട നമ്മളെ. ഏത് കുരിശ് വന്നാലും ആദ്യം നമ്മുടെ തലയ്ക്കൊന്ന് തറയ്ക്കണം, എങ്കിലും ഇവർക്ക് സന്തോഷമുള്ളൂ. എൻ്റെ സന്തോഷം, ആയുധൻ രാജ്യമെനിക്കിയ ആ സൈനികർ മന്ത്രവാദികളെ, ശകുനവാദികളെ വെട്ടി തകർത്തിങ്ങോട്ട് വരാൻ ആരംഭം കുറിച്ച് വരികയും വാർത്ത വരുന്നു. ആ കൂടെ ദാനിയേൽ അറിഞ്ഞു. നിങ്ങൾക്കറിയല്ലോ ബാക്കി സംഭവമൊക്കെ. ദാനിയേൽ പറഞ്ഞു, നിശ്ചയിച്ച് സംഭവം എന്തുവാ, നിങ്ങൾ വെട്ടുന്നതിനോട് കാര്യം പറ. ഏതോ വിവരമുള്ളവർ ഈ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. അത് സാറേ സംഭവം ഇങ്ങനെ, സാറിനോട് പിണക്കമുണ്ടായിട്ടൊന്നുമല്ല, ഉത്തരവ് കിട്ടി, കൊല്ലാതിരിക്കാനൊക്കത്തില്ല, സാറ് ബലം പിടിക്കാതെ വന്നിവിടെ നിൽക്കണമെന്ന് തലവെട്ടാൻ. ദാനിയേൽ പറഞ്ഞേ, ആ ഉത്തരവ് തൽക്കാലം മരവിപ്പിക്കുക. രാജകൽപ്പനയോ? മരവിപ്പിക്കാൻ. ഈ ചങ്കുറപ്പ് ദൈവത്തിൻ്റെ അനുഗാമികൾക്ക് മാത്രമേ ഉള്ളൂ. ചിലരൊക്കെ ഇപ്പോൾ സമകാലിക ഭാരതത്തിലെ ചിലതരം നീക്കങ്ങൾ കണ്ട് പേടിക്കുമ്പോൾ ഭക്തനത്തരം കയ്യെഴുത്തുകൾ കണ്ടിട്ട് പറയണം, നോ, അതൊന്നും ഇവിടെ പ്രാബല്യത്തിൽ വരാൻ പോകുന്നില്ല. വിശ്വാസത്താൽ ഞങ്ങൾ ആ രേഖകളെ റദ്ദ് ചെയ്യുന്നു. ദൈവമനുഷ്യനെ തൂക്കിലേറ്റാൻ, അവൻ്റെ ശവശരീരം ശീലാന്തിൽ കിടന്നാടാൻ ദൈവപുരുഷനായ മൊർദെഖായിക്കെതിരെ എഴുതി വച്ച രേഖകളെ വിശ്വാസത്താൽ റദ്ദ് ചെയ്യുന്ന പ്രാർത്ഥനയാണ് ഈ കോഴിക്കോടിൻ്റെ പട്ടണത്തിൽ സാധാരണ മനുഷ്യരായ ഞാനും നിങ്ങളും ഒരുമിച്ച് വിടുന്ന് നിർവഹിക്കുന്നത് എന്ന കാര്യത്തിൽ ആശങ്ക വേണ്ട. വലിയ വിധിയെഴുത്തുകൾ മാറ്റിമറിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ശബ്ദത്തിൻ്റെ പേരാണ് പ്രാർത്ഥന. വിശ്വാസത്താൽ പറയുക, അതങ്ങ് റദ്ദ് ചെയ്യാൻ പറഞ്ഞിട്ട് പറയുക, ഞങ്ങളെ മാത്രമല്ല ആരെയും കൊല്ലണ്ടെന്ന്. ഇതാ നമ്മൾ ആരെയും കൊല്ലാൻ പ്രാർത്ഥിക്കുന്നവരല്ല. ഞങ്ങൾ കോട്ടയത്തൊരു സംഭവം ഉണ്ടായി. അതിലേങ്ങാണ്ട് ലഘുലേഖ കൊടുത്തു പോയാൽ ഇത് പെന്തിക്കോസുകാരൻ പോലും അല്ല, ഒരു ദൈവാസൻ്റെ ഒരു മനുഷ്യൻ്റെ
പിടിച്ച് അവരെല്ലായിടം നിർത്തിയിട്ട് വയറിനിടിച്ചു. അയാൾ ഛർദ്ദിച്ച് ആകപ്പാടെ കഷ്ടപ്പാടായി. അവരെല്ലാം പേടിച്ചു പോയി. ഞങ്ങളവിടെ കൊടുത്തു കോട്ടയം നമ്മുടെ വലിയൊരു ശക്തി കേന്ദ്രമല്ലേ. ഞങ്ങളെല്ലാം കൂടെ ഫോൺ ചെയ്ത ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ഏതായാലും അവിടെ ഒരു ദൈവാസനെ നമ്മുടെ മുമ്പിൽ തല്ലിയല്ലേ, നമ്മളിവിടെ ഉണ്ടെന്നൊന്നറിയണമല്ലോ. ഞങ്ങളെല്ലാം കൂടി നമ്മുടെ PA മാത്യു സാറും ഒക്കെ ഉണ്ട്, വലിയൊരു സമ്മേളനം, ഇരുന്നക്കഴ മുഴുവൻ നിറഞ്ഞു. അപ്പോൾ ഈ സഹോദരങ്ങൾ കയ്യെ ചരടുമോ കെട്ടിയൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മുടെ ലക്ഷ്യം അവരെ തല്ലിയവരെ ക്രൂശിക്കാനോ ഒന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഇത്രയുള്ളായിരുന്നു. നമ്മുടെ ലക്ഷ്യം ഇത്രയുള്ളായിരുന്നു, ഇവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നിടത്ത് ഇവർ കൂടും, ആ തക്കത്തിന് സുവിശേഷം പറയണമെന്നായിരുന്നു. അതിന് കൂടിയതാ. ഞങ്ങളെ അവർക്കെതിരെയൊന്നുമല്ല പറഞ്ഞേ. അവരാരും നമ്മുടെ ശത്രുക്കളുമല്ല. ലോകത്ത് മനുഷ്യർ ശത്രുക്കളില്ലാത്ത ഒരു മാർഗമേ ഉള്ളൂ, അത് യേശുവിൻ്റെ മാർഗമാണ്. ഒരു മനുഷ്യൻ്റെ ശത്രുവല്ലെന്ന് മാത്രമല്ല, ഹൃദയം തുറന്നവരെ സ്നേഹിക്കണം. അല്ല പിണക്കമില്ലെന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്ത് ചുമ്മാ പോവല്ലെന്ന്, ഹൃദയം തുറന്ന്. ഹല്ലേലൂയ. അങ്ങനെ പഠിപ്പിച്ച ഒരു ഗുരുവുള്ളൂ, ശത്രുവിനെ വിശക്കുന്ന ഭക്ഷിക്കാൻ കൊടുക്കാൻ. വസ്ത്രം അപഹരിച്ചോ, ഒരാൾ നമ്മുടെ പുതിയ പാൻറ്റും ഷർട്ടും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്, ചേട്ടോ ഇല്ല ഇവിടെ വരാൻ, ഈ ബെഡ്ഷീറ്റൂടെ കൊണ്ടുപോകാൻ. അന്നേരം അവനിത് നമ്മളോട് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് മതിപ്പ് വരുമെന്ന്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അവരുടെ തലയിൽ തീക്കനൽ കത്തിക്കുന്ന പോലെ ആകുന്നു. ഇങ്ങനെ പഠിപ്പിച്ച ഗുരുവാണ് നമ്മുടെ ഗുരു. ആ വാക്കിൻ്റെ ആധികാരികത എത്ര വലുതാ, ആ വാക്കിൻ്റെ പവിത്രത എത്ര വലുതാണെന്ന് ആലോചിച്ച്. അതുകൊണ്ടാണ് ഈ ഗുരു മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചത്, KP കേശവനെ സ്വാധീനിച്ചത്, ഉലകത്തിലെ മഹാരഥന്മാരെയൊക്കെ ഈ ഗുരുവിൻ്റെ വാക്കുകൾ സ്വാധീനിച്ചെന്തുണ്ടാ? ക്ഷമ കൊണ്ട് ഉലകത്തെ പിടിക്കാൻ പറഞ്ഞവൻ അവനാ. അവിടുത്തെ വാക്കുകൾക്ക് ഇന്നും വിലയുണ്ട്. കാലത്തെ അതിജീവിക്കുന്ന പത്തരമാറ്റിൻ്റെ പവിത്രതയുള്ള വാക്കുകളാ അവിടുത്തെ വാക്കുകളെങ്കിൽ ആ വാക്കുകൾ അനുസരിക്കുന്നതാണ് ജീവിതത്തിൻ്റെ വിജയം. ദാനിയേൽ പറഞ്ഞ് റദ്ദ് ചെയ്തേക്കാൻ പറഞ്ഞു, എന്നെ കൊണ്ടുവന്ന് നിർത്താൻ പറഞ്ഞു. അവിടെ ചെന്നു. രാജാവ് പറഞ്ഞു സമ്മാനം തരും, ക്യാഷ് തരും, അത് തരും. ഈ വാഗ്ദാനം കേട്ടപ്പോഴേ ദാനിയേൽ പറഞ്ഞു സമ്മാനം വേറൊരുത്തിന് കൊടുക്കും. പിന്നെ 2 തവണ ഈ രീതി ഉണ്ട് കേട്ടോ. ബേൽശസ്സറിനോടും പറയുന്നത് രാജ്യം വേറൊരുത്തിന് കൊടുക്കും. നമ്മളിലാണ് ഇത് കേട്ടാൽ അപ്പോഴേ അവിടെ വീണേനെ ഇത് കേട്ടപ്പോഴേക്കും അല്ലേ. അങ്ങനെ ചില ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട്, എല്ലാവരും അല്ല. ഇതിൻ്റെ രാജ്യത്തിൻ്റെ പാതി എന്നൊക്കെ കേട്ടപ്പോൾ അവിടെ നിൽക്കാൻ വയ്യാതെ നമുക്ക് ടെൻഷൻ അടിച്ചിട്ട് അറ്റാക്ക് വരുന്ന ആൾക്കാരുണ്ട് ഈ വാഗ്ദത്തം കേൾക്കുമ്പോഴേ. ഞാൻ അടുത്ത കാലത്ത് ഈ ലോട്ടറി എടുക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രതീക്ഷ അവൻ കോടീശ്വരനാകുമെന്ന് പറഞ്ഞാൽ അന്ന് മുതൽ അവൻ ഇങ്ങനെ ധ്യാനിച്ച് നടക്കുക. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യനും ഇത് എടുക്കുന്ന എന്തിനാ? അവൻ 2ാം സമ്മാനം അടിക്കുന്ന പോലും അല്ല ചിന്ത, 1 ഇങ്ങനെ പോരുക. ദാനിയേൽ ആദ്യം പറഞ്ഞു അതൊക്കെ നിങ്ങളെടുത്തു, എന്താണെന്ന് വെച്ചാൽ ചെയ്തു, സ്വപ്നം ഞാൻ അറിയിക്കാം, അർത്ഥവും പറയാം. പറഞ്ഞു കൊടുത്തു. രാജാവിൻ്റെ പള്ളിയുറക്ക വേളയിൽ അസ്വസ്ഥനായി തിരിഞ്ഞും മറിഞ്ഞും നാളുകളെക്കുറിച്ച് ആകുലചിത്തനായി കിടക്കവേ മേലാൽ സംഭവിപ്പാനുള്ളത് അത്യുന്നതനായ ദൈവം രാജാവിന് തന്നിരിക്കുന്നു. രാജാവ് കണ്ടതൊരു സമ്മിശ്ര ലോകബിംബം. പലതരം ലോഹങ്ങൾ ഒരുമിച്ച് ചേർത്ത് നിർമ്മിച്ചൊരു ബിംബം. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അരയും വയറും താമ്രം കൊണ്ട്, തുട ഇരുമ്പ് കൊണ്ട്, കാൽ പാതി കളിമണ്ണും പാതി ഇരുമ്പും. ഇതാണ് അതിൻ്റെ 90% കാര്യം. വിശ്വാസന്മാർക്കറിയാം, വിശ്വാസികൾ കുറേ പേർക്കറിയാം, ചില ആൾക്കാർക്ക് അറിയില്ല. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഞാൻ ചിലത് പ്രസംഗമെല്ലാം കഴിയുമ്പോൾ ആൾക്കാർ പറയണം സംഗതിയൊക്കെ സന്തോഷമാണ്, പക്ഷേ ചില സിമ്പിളായ കാര്യങ്ങൾ പറഞ്ഞുകൂടെ? സിമ്പിൾ പറയാമെന്ന്. അങ്ങനെ നമ്മൾ സിമ്പിളാക്കിയിരുന്ന ഈ ബൈബിള് തമ്പിയുടെ ഹൃദയം പോലെ ഇരുന്നേനെ. അപ്പോസ്തലന്മാരെല്ലാം കൂടി ചിന്തിച്ചു നമുക്കിതെങ്കിലും ലളിതമാക്കി അത് അവസാനം എങ്ങനെ ഇരുന്നേനെ? തമ്പിയുടെ ഹൃദയം ഓർക്കുന്നുണ്ടോ? നമ്മൾ ചെറുപ്പത്തിലൊക്കെ വായിച്ചുള്ളൂ ചെറിയ അങ്ങനെയാണോ ഇത്? ഇതിലൊത്തിരി സംഭവങ്ങളുണ്ടെന്ന്. ഇതൊക്കെ നമ്മളല്ല, പിന്നെ ആരാ പറയുന്നത്? വേറെ ആരും എന്ന് പറയുമോ? ഇത് പഠിക്കാനുള്ള സംഗതിയാണ്. ചില ആൾക്കാർ പറയും ഇന്ന് ദാവീദിൻ്റെ കഥയാണ് വാസു പറഞ്ഞല്ല. എൻ്റെ പൊന്നു സുഹൃത്തെ, ദാവീദിൻ്റെ കഥയെന്നൊരു സംഗതി ഇല്ല ബൈബിളിൽ. ദാവീദിൻ്റെ കാര്യം ബൈബിള്. ദാവീദിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ദൈവമാണ്. പിടിയോ? ചില ആളുകളുടെ ഈ പഴയ നിയമ വിരോധം. ഇവിടെ ദൈവമല്ലേ ഇതിലിടപെട്ടെ? കണ്ടോ? സന്തോഷമില്ല. ദൈവം ഇടപെട്ട വിധങ്ങളാണെന്ന്.
സ്തോത്രം. കാരണം നമ്മൾ പഴയ നിയമം തള്ളുന്നവരൊന്നുമല്ല. അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് യേശു പഠിപ്പിച്ചല്ലേ. എങ്ങനെ കാര്യം ചെയ്യുന്ന യേശു പറഞ്ഞു. യേശു ഓരോ കാര്യം പഴയ നിയമത്തിൽ എന്ന് പറഞ്ഞിട്ട് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും. വിഷയം മനസ്സിലായില്ലേ? സംഗതി അവിടെയൊക്കെ ഇങ്ങനുണ്ട്, അടി പിടി കല്ലേറെന്നൊക്കെ പറഞ്ഞിട്ട് പറയും, ഞാനോ നിങ്ങളോട് പറയുന്നു. എന്നാൽ അത് കേട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. അവിടെ നമ്മൾ പോകുന്നത്. ആരും ഉപേക്ഷിക്കുന്ന കാര്യമെല്ലാം കേട്ടിട്ട് കർത്താവ് പറഞ്ഞു, അത് നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം തന്ന സംഗതിയാണ്. മോശ ഞാനോ ആരാ ഞാൻ? മോശ ഭവനത്തിലൊരു ദാസൻ, യേശു ഭവനം ചമച്ചവൻ. ദാസൻ പറയുന്നത് ശരി, എൻ്റെ കൽപ്പന അനുസരിച്ചാണ് ചെയ്തേ, പക്ഷേ ഞാനോ നിങ്ങളോട് പറയുന്നു. അതാ ക്രിസ്ത്യാനിത്വം. അല്ല, അത് തള്ളിക്കളഞ്ഞൊന്നല്ലെന്ന്. അത് തള്ളിക്കളയാൻ പറ്റുമോ? പഴയ തള്ളിക്കളയാൻ പറ്റുമോ? ചില ആളുകൾ ഇതിനെല്ലാം ചുമ്മാ ആവശ്യമില്ലാത്ത ഓരോ അപവാദം പറഞ്ഞുകൊണ്ട് വരിക ദൈവത്തിനെതിരെ. സ്തോത്രം. പോട്ടെ. ഇനിയേ ദാനിയേൽ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു. തങ്കം കൊണ്ടുള്ള തല, തിരുമനസ് തന്നെ. നെഞ്ചും കയ്യും വെള്ളി കൊണ്ടുള്ളതായി നീ കണ്ടത്, നിനക്ക് ശേഷം മറ്റൊരു രാഷ്ട്രം ഇവിടെ എഴുന്നേൽക്കും. ആ രാജ്യവും നിലനിൽക്കില്ല. അതങ്ങോട്ട് കഴിഞ്ഞാലുടൻ ഒരു മൂന്നാം രാജ്യം വരും. അത് നീ കണ്ടത് വയറാണ്, താമ്രനിർമ്മിത വയറ്. താഴേക്ക് വരുംതോറും ഈ ലോഹത്തിൻ്റെ കട്ടി കൂടും, വില കുറയും. സ്വർണം, അതിൽ നിന്ന് വെള്ളിക്ക് കട്ടി കൂടും, വില കുറയും. വില കുത്തനെ ഇടിയ. വെള്ളിയിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ താമ്രം വില വീണ്ടും ഇടിയും. അവിടെ നിന്ന് ഇരുമ്പ് വീണ്ടും കുറയും, വല്ലാതെ കുറയും, ദൃഢത കൂടും. പക്ഷേ തുരുമ്പ് പെട്ടെന്നാവും. ആ ഇരുമ്പിനോട് യോഗ്യമല്ലാത്ത മണ്ണ്, കളിമണ്ണ് ചേർത്താൽ അവ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. വിശ്വസിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഇരുമ്പും കളിമണ്ണും. അപ്പോൾ ഇത് കണ്ടിട്ട് രാജാവ് ഭയന്നു. രാജാവ് ഭയന്നത് ഈ ബിംബം കണ്ടൊന്നുമല്ല. പിന്നെന്താ? ഇയാളെങ്ങനെ ബിംബം കണ്ട് ഭയക്കുന്ന? വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇഷ്ടംപോലെ ബിംബം പണിയുന്നവൻ ബിംബം കണ്ടാൽ പേടിക്കുമോ? ഇല്ല. ഇയാൾക്ക് പേടിക്കാൻ കാരണം എന്താ? കൈ തൊടാത്തൊരു കല്ല് പറന്നു വന്ന് ബിംബത്തിൻ്റെ കാൽക്കല അടിച്ചു. ബിംബം തകർന്ന് തവിട് പൊടിയായി വീണു. വേനൽക്കാലത്ത് കാറ്റടിച്ചിട്ട് കളത്തിലെ പതിര് പാറിപ്പറന്നു പോകും പോലെ അതില്ലാതെയായി. ആ കല്ല് വളർന്നു, അതൊരു മഹാപർവ്വതമായി. ഇതാ രാജാവ് ഭയപ്പെടാൻ കാരണം. വളരുന്ന കല്ല് വളർന്നു എന്ന് മാത്രമല്ല, കൈ തൊടാത്ത കല്ല്. കൈ തൊട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതോ ഒരുവൻ എറിഞ്ഞെന്ന, ഒരുവൻ്റെ പ്രചോദനത്താൽ, ഒരുവൻ്റെ താല്പര്യത്താൽ എറിയപ്പെട്ട കല്ലെന്ന. ഈ കല്ല് അങ്ങനെയല്ല. ഈ ജീവനുള്ള കല്ലിൻ്റെ പ്രത്യേകത തിരുവെഴുത്ത് പറയുന്നുണ്ട്. അവൻ പുരുഷൻ്റെ ഇഷ്ടത്താലല്ല, ഒരു സ്ത്രീയുടെ താല്പര്യത്താലല്ല, കാലത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ കന്യകയുടെ മകനായി ഉദയം ചെയ്ത ഒരുവനെ ഇകത്തിലുള്ളൂ. പാപപരിഹാരകനായി, നിർമ്മലനായി, നിഷ്കളങ്കനായി, നിർദോഷ രക്തത്തിൻ്റെ ഉടമയായി ഒരുവനെയുള്ളൂ. ഈ രാത്രി അവനെ ഉയർത്തിക്കൊണ്ട് ഈ വചനം കേൾക്കുന്ന ഏവരെയും നടുവിൽ നമുക്ക് ഒരേ സ്വരത്തിൽ പറയാം, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ. അപ്പോഴേ കൈ തൊട്ടാത്ത കല്ല്. ഇനി ജീവനുണ്ടെന്ന്. ഇനി ജീവനുണ്ടോ എന്നുള്ളത് ചുമ്മാ ദാനിയേൽ പറഞ്ഞാൽ പോരല്ലോ. ഇത് ലാബിൽ ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയ ജീവൻ. അതിനുവേണ്ടി നമ്മുടെ അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറ ഒരു ലാവാക്കി ഓപ്പറേറ്റ് ചെയ്ത നമ്മൾ. ചുമ്മാ ഒന്നുമല്ല. പലതരം കല്ലുകളുണ്ട് അവിടെ. കെട്ടിവെച്ച കല്ലുണ്ട്, അടച്ച വലിയ കല്ലുണ്ട്. ഈ കല്ലുകൾക്കൊന്നും ജീവനില്ലായിരുന്നെങ്കിൽ അകത്തൊരു കല്ല് വച്ചിട്ടുണ്ട്, ജീവനുള്ള കല്ല്. ഹല്ലേലൂയ. ആ കല്ല് ഈ ലാബിലൂടെ ടെസ്റ്റ് ചെയ്ത് പുറത്തു വന്നതാ. ലോകത്തൊരുവനും നിരാകരിക്കാൻ കഴിയാതെ
ഈ കല്ല് മരണത്തെ അതിജീവിച്ചുയർത്തെങ്കിൽ ആ ഉയർപ്പിന്റെ ശക്തിയാ ഈ രാത്രി നമ്മിലും വ്യാപരിക്കുന്നത്. ആ ഉയർപ്പിന്റെ ശക്തി നമുക്കിന്ന് രാത്രി രോഗശാന്തിയാണ്, പ്രതിസന്ധികൾ അതിജീവിക്കുന്ന കരുത്താണ്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നമ്മുടെ പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിന്റെ രക്ത ചൈതന്യത്തിൽ നമുക്ക് ഈ രാത്രി നമ്മളെ ഏൽപ്പിക്കാം. ഒന്നുറപ്പാക്കി മടങ്ങിപ്പോകണം. ക്രിസ്തു നമ്മെ തൊട്ടാൽ, അവിടുത്തെ കരം നമ്മുടെ മീതെ വച്ചാൽ, ഇതുവരെ അറിയാത്ത, ഇതുവരെ അനുഭവിക്കാത്ത നൂതനമായ അനുഗ്രഹങ്ങളുടെ വഴിത്താരയിലൂടെ നമ്മൾ യാത്ര ചെയ്യും. അതുകൊണ്ട് ഈ രക്തത്തിൻ്റെ ശക്തിയെ വില കുറച്ചാരും കാണണ്ട. ഹല്ലേലൂയ. മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റെന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ ഈ കല്ലുമൊക്കെ കണ്ട ഇങ്ങനെ പേടിച്ച്, എന്നിട്ട് കർത്താവ് പറഞ്ഞു, അപ്പോൾ ദാനിയേൽ പറഞ്ഞു, ഇതൊരു മഹാപർവ്വതമായി തീർന്നു. അതാ ദൈവത്തിൻ്റെ രാജ്യം. വ്യക്തത വന്നോ? സംശയം മാറിയോ? ഇനി സംശയം വരുന്നൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എൻ്റെ അടുത്തൊരു പയ്യൻ ഒത്തിരി സുവിശേഷമൊക്കെ പറഞ്ഞ് വിശ്വാസി വന്ന ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററേ, ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഒരു സന്തോഷമൊന്നുമില്ല പാസ്റ്ററേ. ഞാൻ കുറേ കേട്ടപ്പോൾ ചോദിച്ചു, നീ ആ വിഷയം പ്രാപിച്ചോ? ഇല്ല. എന്നാൽ നീ കാത്തിരിക്കുക, നീ ദിവസം നീ ജാഗരിക്കുക, നിൻ്റെ ഈ കഷ്ടപ്പാടും വേദനയും ഭാരമൊക്കെ അങ്ങ് മാറും. ഇവൻ പോയി പ്രാർത്ഥിച്ച് 2-3 ആഴ്ച കഴിഞ്ഞ് വലിയ സന്തോഷമായിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നുണ്ട്, എൻ്റെ ഭാരമെല്ലാം അങ്ങ് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പറഞ്ഞു, അതും പെട്ടെന്ന് അങ്ങ് മാറും. മനസ്സിലായോ? ഇത് മനുഷ്യജീവിതം കയറ്റിറക്കത്തിൻ്റെതാ. അതാദ്യം പഠിക്കണം. എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സന്തോഷത്തിൻ്റെ വേര് പറിച്ച് കളയാൻ നമ്മൾ ഒരുത്തനെ അനുവദിക്കരുത്. എന്തോ കുറിപ്പടി വന്നാലും അനുവദിക്കരുതെന്ന്, എന്തോ വിധിയെഴുത്ത് വന്നാലും അവന് തലവെച്ച് കൊടുക്കരുത്. മാരക രോഗത്തിൻ്റെ റിസൾട്ട് നമ്മുടെ മുമ്പിലേക്ക് കിട്ടുമ്പോഴും ഭക്തൻ പറഞ്ഞു കൊള്ളണം, അങ്ങനൊന്നും ഞങ്ങൾ നോക്കുകയില്ല, അങ്ങനൊന്നും ഞങ്ങൾ നിനക്ക് തലവെച്ച് തരത്തില്ല, നിനക്ക് കീഴടങ്ങത്തില്ല. ഇതന്നെ പറയണം. എന്നെ അമ്പരപ്പിച്ചൊരു രംഗ പൗലോസ്ലീഹ ഈ മരണമൊഴി കൈപ്പറ്റി. പൗലോസിനെ കൊല്ലുന്ന കാര്യമല്ല, അദ്ദേഹം കിടക്കുന്ന ജയിലിൻ്റെ മുമ്പിൽ ഈ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധം ചെയ്യും. അതുകൊണ്ട് ഒട്ടിച്ചു വെച്ചു, കൊല്ലുമെന്ന് എഴുതിയേക്കുന്നത്. നമ്മളാണെങ്കിൽ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുന്നത്? കുറേ കൂടെ മൂടി പൊതിച്ചൊരു ചെറിയൊരു രോഗം വരുമ്പോഴേ ചിലരുടെ സൗണ്ട് ഉണ്ടോ, അയ്യോ ഇവിടെ ഒരു പിടി, അയ്യടാ ഒരു വെട്ടൽ, നമ്മളങ്ങ് വല്ലാതെ രോഗിയാകുമെന്ന് കണ്ടിട്ടില്ലേ? ഈ പറയുന്ന പോലെ അയ്യോ എന്ന് വെക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്, ഇത്ര സംഭവമൊന്നുമില്ല. എൻ്റെ ഈ വായെല്ലാം കൂടിയിട്ട് ഈ സൈഡെല്ലാം ഒരു വല്ലാതെയായി. കൊച്ചു കുട്ടികളാണ് ഡോക്ടർമാർ, നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആട്ടോ, സ്പെഷ്യലിസ്റ്റുകളാണ്, ന്യൂറോ ഡോക്ടർമാരാണ്. അതിലൊരു കൊച്ചു പെണ്ണിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റണില്ല, അത്ര ദുർബലനായി. അപ്പോൾ അവർ മോളെന്നോട് പറഞ്ഞു, അങ്കിളെ ഇവിടെ കോടും. അത് വളരെ സൗമ്യമായിട്ടാണ് പറയുന്നത്. അവൾക്ക് പോലൊരു നിരാശ. നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നൊരു കൊച്ച. ഞാൻ പറഞ്ഞു, ഞാനീ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ ഈ സൗണ്ട് ഇതൊന്നുമല്ല പുറത്ത് വരുന്നത്. മറ്റൊരു ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഒരു 90 ദിവസത്തിനകം ഡെവലപ്പാവും. ഞാനൊട്ടും വിട്ടില്ല. നിങ്ങൾക്ക് അറിയണ്ടേ, ഒരാഴ്ചക്കുള്ളിൽ അടുത്ത ലൈവിൽ ഞാൻ വന്നു. കാരണം ഇവന് തല വെച്ച് കൊടുത്താൽ, ഇങ്ങനെ കോടിയിരിക്കുക വയ്യാന്നൊക്കെ പറഞ്ഞ് തല വെച്ച് കൊടുത്താൽ അവൻ ആ തക്ക നോക്കി അടിക്കും. അവനൊരു ലൂപ്പ് ഹോൾ നോക്കി അടിക്കാൻ ആഞ്ഞിരിക്കുമ്പോഴേക്ക് ഈ കോടാന്ന് പറഞ്ഞാൽ കോളും. വിശ്വാസത്താലെന്ന് പറഞ്ഞാട്ട് എല്ലാ ദൈവമക്കളും ഹല്ലേലൂയ, പ്രതിസന്ധികളെല്ലാം മുഖത്ത് നോക്കി വിശ്വാസത്താലെന്ന് അതിജീവിച്ചാട്ടെ. ഹല്ലേലൂയ, വൈസലോ. അങ്ങനെ അവന് കീഴടങ്ങരുത്. വേറെ ആർക്ക് കീഴടങ്ങിയാലും അവന് കീഴടങ്ങരുത്. അതൊരു തോൽവിയാണ്. ഇത് പൗലോസ് അങ്ങോട്ട് വായിക്കുകയും, പൗലോസ് കിടന്ന ഗ്രന്ഥ ചുരുളെല്ലാം ഇങ്ങോട്ട് എടുത്ത് വായിച്ചു. വായന പോരാതെ വന്നപ്പോൾ അവസാനം ഒരു 3 ഗ്രന്ഥം എഴുതി. അതാ 1-2 തിമോഥെയോസ്, തീത്തോസ്. മരിക്കുമെന്ന് ഉറപ്പാകുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായോ? അതാ പൗലോസ്. ഈ മാർഗദർശിയാണ് നമ്മുടെ മുമ്പിലുള്ള, നേട്ടണില്ല. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാ? രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഈ 4 പോയിന്റുകൾ ഞാനന്ന് വിശദീകരിക്കാൻ പോവാം. അത് കുറേ ചരിത്രപരമാണ്.
ആഴത്തിൽ ഗ്രഹിക്കാനുള്ളത് സിമ്പിളായിട്ടൊക്കെ പറയാം. എന്താ പറയുന്നു? അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ സിമ്പിളായിട്ട് പറയാമെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരാൾ പറഞ്ഞു പ്രപഞ്ചം എന്ന് പറഞ്ഞപ്പോൾ കേട്ട ആൾ പറഞ്ഞു ഈ പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിലാക്കാൻ പാടാ, ഇച്ചിരൂടെ ലളിതമായിട്ട്. അദ്ദേഹം പറഞ്ഞു ബ്രഹ്മാണ്ട കടാഹം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ബാക്കി പറയാൻ പോവാ, ശ്രദ്ധിച്ചിരുന്നോണം. അതിനു മുമ്പ് ഒരു പാട്ട്, സ്തോത്ര കാഴ്ച. മഹാരാജാവിൻ്റെ മുമ്പിൽ ദാനിയേൽ ഒന്നൊന്നായി ഈ വസ്തുതകൾ വിശദീകരിക്കുമ്പോൾ പറയുന്ന പ്രവചന സ്വഭാവമുള്ള വാക്കാണ്, താങ്കൾ കണ്ട തങ്കം കൊണ്ടുള്ള തല താങ്കൾ തന്നെയാണ്. അങ്ങയുടെ കാലശേഷം അങ്ങയേക്കാൾ വീര്യം കുറഞ്ഞ മറ്റൊരു ഭരണകൂടം വരും. അത് യഥാക്രമം ചരിത്ര പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 4 സാമ്രാജ്യങ്ങളെ ബൈബിൾ പഠിതാക്കൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്, ആർക്കും തർക്കമില്ലാത്ത വിധത്തിൽ. ഒന്നാം സാമ്രാജ്യം രാജാവ് ജീവിച്ചിരുന്ന ബാബിലോണ്യ സാമ്രാജ്യമാണ്. രണ്ടാം സാമ്രാജ്യം പാർസികളും മീഡുകളും ചേർന്നുള്ള മീഡോ പേർഷ്യൻ എംപയറാണ്. മൂന്നാമത്തെ സാമ്രാജ്യം മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യമാണ്. 4 പ്രമുഖമായ പ്രബലമായ റോമൻ സാമ്രാജ്യമാണ്. ഒന്നാം സാമ്രാജ്യം ബാബിലോൺ ഞാൻ പിന്നെ വിശദീകരിക്കാം, പ്രധാന വിഷയമുണ്ട്. രണ്ടാമത് നമ്മുടെ എസ്തേറും ഒക്കെ ജീവിച്ചിരുന്ന മോർദെഖായും ഒക്കെ ഉണ്ടായിരുന്ന പേർഷ്യ, പാർസികൾ. ഈ പാർസികൾ ഒരു കാലത്ത് ഇന്ത്യ വരെ ഭരിച്ചവരാണ്. ബൈബിളിൽ തന്നെ കൃത്യം തെളിവുണ്ട്. ഇന്ത്യ ടു എത്യോപ്യ. കിങ് അഹാസരസ് ഭരിച്ച രാജ്യത്തിൻ്റെ പേര് പറയുക. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വാരോഷ് ഇവൻ തന്നെ. ബൈബിളിൽ 2 ഇന്ത്യ എന്നുള്ളൂ. എസ്തേർ 1:1 8:9 ഇവിടെയാണ് ഇന്ത്യ എന്നുള്ളത്. മലയാളം ബൈബിളിൽ ഹിന്ദുദേശം എന്നെങ്ങനെ വന്നേ? നമ്മുടെ ഈ പേരിട്ട ആരാന്നറിയോ? ഇന്ത്യക്ക് ഈ പേരിട്ടത് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസ് ഈസ് ദ ഫാദർ ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ പിതാവ്. അദ്ദേഹം സിന്ധു നദിയുടെ മറുകരയിൽ തീരങ്ങളിൽ പാർക്കുന്ന ആളുകളെ ഇൻഡൂസ് എന്നെഴുതി. കാരണം ഗ്രീക്കിൽ എച്ച് എന്നൊരക്ഷരം ഇല്ല, അങ്ങനെ എഴുതാൻ പറ്റില്ല. പകരം ഒരു റഫ് ബ്രീത്തിങ് ഉപയോഗിക്കുന്നത്. എച്ചില്ല, എച്ച് ഉണ്ടാക്കുകയാണ്. പലപ്പോഴും അതിന് പകരം ഈ ഐ കയറി വരും. അപ്പോൾ ഈ എച്ച് പലപ്പോഴും എച്ചിന് പകരം ഇടുന്ന ആ ബ്രീത്തിങ് ഉണ്ടല്ലോ. ഗ്രീക്കിൽ 2 റഫ് ബ്രീത്തിങ്ങും സ്മൂത്ത് ബ്രീത്തിങ് എന്നുള്ള 2 തിയറി ഉണ്ട്. അതിൽ ഈ റഫ് ബ്രീത്തിങ് പലപ്പോഴും ആളുകൾ അറിയാതെ വിട്ടുകളയും, എഴുതി വരുമ്പോഴേക്ക്. അങ്ങനെയാണ് ഇൻഡസ് എന്ന് വായിക്കേണ്ട ആ പദം എഴുതി അദ്ദേഹം ഇന്ത്യക്കാരെ വിശേഷിപ്പിക്കാൻ. ഇത് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് വായിക്കാൻ നോക്കി പണ്ട് ബ്രിട്ടീഷുകാർ. മനസ്സിലായോ? വാറൻ ഹേസ്റ്റിങ്ങിനെ ഓർക്കുന്നില്ലേ? പ്രഭു പുള്ളി നമ്മളെ എന്നിട്ട് വിളിച്ച് കേൾക്കണോ ജണ്ടൂസ് എന്ന്. ഗ്രീക്കിന് തത്തുല്യമായൊരു ട്രാൻസ്ലേറ്റേഷൻ ഉണ്ടാക്കി വായിക്കാൻ നോക്കിയിട്ട് നമ്മളെ വായിച്ച എങ്ങനെ ജണ്ടൂസ്. അപ്പോൾ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ വ്യാപിച്ച് കിടന്ന മഹാരാജ്യം 127 പ്രോവിൻസുകൾ, സ്റ്റേറ്റുകളാണ്. അവിടെ ഭരിച്ച അഹശ്വാരോഷ് ഇവൻ തന്നെ. ഹിസ്റ്ററിയാ. ബൈബിളിൽ ചരിത്രമായിട്ട് കൃത്യം കെട്ടുമിണഞ്ഞ് കിടക്കുന്ന പുസ്തകം. അതിൽ ചരിത്രപരമായ ഒരു തെറ്റുമില്ല, കൃത്യതയാർന്നത്. സ്തോത്രം. അപ്പോൾ ഈ അന്ന് നമ്മുടെ നാട്ടിലേക്ക് വന്ന വഴിക്ക് ഇവിടേക്ക് വന്ന ആളുകൾ, ആ പാർസികളിൽ കുറേ പേര് ഇപ്പോഴും ഇന്ത്യയിൽ താമസമുണ്ട്. ബോംബെയിലൊക്കെ ഉണ്ട്. നമ്മുടെ ടാറ്റ ഇല്ലേ, ടാറ്റ അറിയത്തില്ലേ? രത്തൻ ടാറ്റ പാർസിയ, ഒരു സൂക്ഷ്മ മതന്വേഷ. അപ്പോൾ ആ മതത്തിനൊരു പ്രത്യേകതയുണ്ട്, ശവമടക്കില്ലാത്ത ഒരേ ഒരു മതമാണ്. ശവമടക്കില്ല. മരിച്ചവൻ്റെ ബോഡി
ഉയർന്നൊരു ഗോപുരത്തിൽ താഴെ ഒരു കിണറുണ്ട്, അവിടെ വെച്ചിട്ട് വരും. ഇത് പറവകൾക്കുള്ളതാണ്. കഴിഞ്ഞു, ശുശ്രൂഷ കഴിഞ്ഞു പോകുന്നു. അതിനൊക്കെ പകരം നമ്മളെയാണ് നോക്കണ്ടേ. വല്ലാത്ത വെയിലത്ത് നിന്ന് തിരിയാനിടയില്ലാത്ത സെല്ലിൻ്റെ മുമ്പിൽ നിന്ന് പക്ഷിയുടെ മാംസം വേറെ, മനുഷ്യൻ്റെ മാംസം വേറെ, സൂര്യൻ്റെ തേജസ് വരുന്നു, ചന്ദ്രൻ്റെ തേജസ് അതിൻ്റെ പുറകെ വരുന്നു, നക്ഷത്രങ്ങളുടെ തേജസ് അനുശോചനം അറിയിച്ചതിൻ്റെ പിന്നാലെ വരുന്നു. ശവം എഴുന്നേറ്റ് വന്ന് തല്ലും നമ്മളെ. ഇത്രയും ഭീകരന്മാരാ മനുഷ്യരില്ല. കാലഹരണപ്പെട്ട ശൈലിയും കൊണ്ട് ശവടക്കാൻ നിൽക്കുക. എന്തൊരു ഭീകരമാണ് ചില സമയത്തൊക്കെ അല്ലേ. പോട്ടെ. അപ്പോൾ പാർസികളെ മനസ്സിലായോ? ആ സംസ്കാരമൊക്കെ ഒന്ന് അടുത്തിടപഴകാനാണ് ഇത്രയും പറഞ്ഞേ. അതവിടെ കിടക്കട്ടെ. ഇതിൻ്റെ പറയുക, മഹാനായ അലക്സാണ്ടർ ഗ്രീക്ക് സാമ്രാജ്യം ഈ തങ്കത്തിൽ നിന്ന് നിലവാരം അധപ്പതിച്ചു. പേർഷ്യൻ യുഗം വന്നപ്പോൾ അധികാരം കുറഞ്ഞുപോയി. അതിന് തെളിവ് പറയാം. ദാനിയേൽ എന്ന മനുഷ്യൻ കുറ്റവാളിയൊന്നുമല്ല, അവനെ രക്ഷിക്കണമെന്ന് രാജാവിന് തോന്നി. രാജാവ് പറയാ, ദാനിയേലേ, എനിക്ക് രക്ഷിക്കണമെന്നുണ്ട്, പക്ഷേ കൗൺസിൽ തരികയായിരുന്നു. കൗൺസിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ പാടാണ്. കൗൺസിലിൻ്റെ തീരുമാനമാണ്, നടക്കുകയില്ല. രാജാവിൽ നിന്ന് അധികാരം എങ്ങോട്ട് പോയി? കൗൺസിലിലേക്ക്. നീ അലക്സാണ്ടർ ഒന്ന് തിരിച്ചു പിടിച്ചത്, അത് ഭയങ്കര പിടിയായിരുന്നു. പക്ഷെ കുഴപ്പം, അവൻ്റെ പ്രായത്തിൻ്റെ പാതി വഴിയിൽ വെച്ച് ആൾ മരിച്ചു. അത് നമ്മൾ മരണസ്ഥലത്തൊക്കെ കേട്ടാ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മരിക്കുമ്പോൾ പ്രായപൂർത്തിയായ മക്കളില്ല, ഉള്ളത് 4 വയസ്സുകാരൻ്റെ പയ്യനാ. എന്നിട്ടും അവനെ പിടിച്ച് രാജാവാക്കി. 4-5 വയസ്സ് കഷ്ടിയുണ്ട്. അവൻ്റെ കൊച്ചപ്പൻ അവന് വേണ്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ വെച്ചിട്ട് കൊച്ചപ്പൻ ഭരിക്കുകയാണ്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ ചെറുക്കനിൻ്റെ സുഖം മനസ്സിലായി കഴിഞ്ഞപ്പോൾ കൊച്ചപ്പനെ കേൾക്കാതായി. ചെറുക്കനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നു, കുതിരപ്പുറത്ത് കൊണ്ടുപോകുന്നു. പിന്നെ ഇവർ തങ്ങളിൽ ആ ചെറിയ പയ്യനും കൊച്ചപ്പനും ഉടക്കായി. രാജ്യം ശിഥിലീകരിച്ചു. 4 തുണ്ടുഭൂമികളായി വിഭജിക്കപ്പെട്ടു. അലക്സാണ്ടർക്ക് ശേഷം ഗ്രീക്ക് സാമ്രാജ്യം തകർന്നു. പകരം ഒരു ദുർബല രാജ്യം പതുക്കെ കയറി വന്ന BC 63 അതാ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിച്ച ഇരുമ്പ് പല്ലുള്ള, ഇരുമ്പിൻ്റെ ശക്തിയുള്ള ഒരു റോമൻ സാമ്രാജ്യം. പിടികിട്ടിയോ? മനുഷ്യത്വം കുറഞ്ഞു വന്നു. അക്കാലത്ത് മാരക ശിക്ഷയായ ക്രൂശുമരണം സർവ്വസാധാരണമായത്. അവസരം വരുന്ന മുറയ്ക്ക് ഞാനത് പറയാം. ഈ ക്രമം മനസ്സിലായോ? ബാബിലോൺ, മീഡോപെർഷ്യ, ഗ്രീസ് ആൻഡ് റോം, 4 സാമ്രാജ്യം. അതിൽ നമുക്കൊന്ന് മാത്രമേ ഇന്ന് പറയാൻ സാധിക്കൂ. അപ്പോൾ നമുക്കതിലേക്ക് വരാം. ബാക്കി പ്രധാന പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഒന്നിൽ നമുക്കൊന്ന് കേന്ദ്രീകരിച്ച് നിൽക്കണം. മഹാരാജാവിനെ നോക്കി ദാനിയേൽ പറഞ്ഞു, രാജാവേ, നീയാണ് ചരിത്രത്തിൻ്റെ സുവർണഘട്ടം. യു ആർ ദ ഗോൾഡൻ ഏജ് ഇൻ ദ ഹിസ്റ്ററി. ചരിത്രത്തിൻ്റെ ആ സുവർണ കാലം നിൻ്റെയാണ്. കാരണം ഈ ബാബിലോൺ എന്ന രാജ്യത്തിൻ്റെ സംസ്കാരവും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ആധ്യാത്മിക ചിന്തകളുമാണ് ലോകത്തെ മുഴുവൻ സ്വാധീനിച്ചേ. അതറിയാൻ നിങ്ങൾക്ക് മറ്റു ചില വഴികൾ പറയാം. നേരാണോ ഉപദേശി പറയുന്നറിയാൻ. അപ്പോൾ ഈ ബാബിലോൺ എന്ന രാജ്യത്തിൻ്റെ ചരിത്രം ഉൽപ്പത്തിയിൽ തുടങ്ങുന്ന. ബാബിലോണിന് മറ്റൊരു പേരുണ്ട്, ബാബേൽ. അതറിയാലോ, ബാബേൽ, ബാബിലോൺ. അടുത്തൊരു പേരുണ്ട്, ശിനാർ ദേശം. പഠിച്ചിട്ടുണ്ടോ? ശിനാർ. ഇനിയും ഒരു പേരുണ്ട്, അത് ചരിത്രത്തിൽ പറയുന്നൊരു പേരാണ് മെസപ്പൊട്ടേമിയ. ഇത് കേട്ടിട്ടുണ്ടോ? മെസപ്പൊട്ടേമിയ. ബൈബിളിലും ഉണ്ട് മെസപ്പൊട്ടേമിയ. ആ അന്യഭാഷ പറയുന്ന ആളുകൾ കൂടുമ്പോഴേക്ക് പത്രോസ് പറയുന്നില്ല, മെസപ്പൊട്ടേമിയയിലും പമ്പുല്യയിലും അറബിയിൽ ക്രേത്ത ദേശത്തും ഒക്കെ ഉള്ള ആളുകൾ വന്നിരുന്നു എന്നവിടെ ബൈബിളിലുണ്ട്. ഈ മെസപ്പൊട്ടേമിയയുടെ ഇന്നത്തെ പേരാ ഇറാഖ്. മനസ്സിലായി? എത്രയും മെസപ്പൊട്ടേമിയ. ഈ മെസപ്പൊട്ടേമിയ എന്ന പേരും ഈ സ്ഥലത്തിന് ഇട്ടത് നമ്മുടെ ഹെറോഡോട്ടസാണ്. ഇത് ഗ്രീക്ക് പേരാ. ഇതിൻ്റെ അർത്ഥം നദികൾക്ക് ഇടയിലുള്ള സ്ഥലം എന്നാണ്. പ്ലേസ് ബിറ്റ്വീൻ 2 rivers
2 നദികൾക്കിടയിലുള്ള സ്ഥലം. പൊട്ടേമിയ അർത്ഥം 2 rivers. പൊട്ടാമോസ് എന്ന് വന്നാൽ റിവർ ഓർ എ റിവർ അല്ലെ വാട്ടർ. ഇത് പറയാൻ നമുക്കൊരു എളുപ്പം വഴിയെടുപ്പുണ്ട്. ഒരു ജീവിയുടെ പേരോർത്തേ, അത് കിടക്കുന്ന എവിടാ? അതിനെ ഹിപ്പോപ്പൊട്ടാമസ്, വെള്ളത്തിലുള്ള കുതിര, നീർക്കുതിര. പൊട്ടാമോസിനെ മറക്കരുത്, ഗ്രീക്ക് വേർഡ് ഫോർ വാട്ടർ. മെസോ പൊട്ടേമിയ മീൻസ് നദികൾക്കിടയിലുള്ള സ്ഥലം. ഇത് വളരെ മനോഹര സ്ഥലമാണ്, ഭയങ്കര മനോഹര സ്ഥലം. അതിനെപ്പറ്റി അല്പം ഒന്ന് പറയാം. ഈ സ്ഥലത്തിന് പിൽക്കാലത്ത് വിളിച്ച പേരാ ബാബിലോൺ, ബാബേൽ എന്നൊക്കെ. റഫറൻസ് ആവശ്യമുള്ളവർ കുറിച്ചോണം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 9 മുതലുള്ള വാക്യം 10, 11 ഒക്കെ വായിച്ചാൽ മനസ്സിലാവും. 11-ാം അധ്യായം വായിച്ചാലും പിടികിട്ടും. അത് മൊത്തം വീട്ടിൽ ചെന്ന് വായിച്ചോണം. ഉൽപ്പത്തി 10:9 ഓൺവേഡ്സ് ആൻഡ് 11 അതൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അവിടെ ഇതിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അവിടെ പണ്ടൊരു രാജാവ് ഭരിച്ചിരുന്നു. അവൻ്റെ പേര് നിമ്രോദ്. നിമ്രോദിനെപ്പറ്റി ഉൽപ്പത്തി 10:9-10 വാക്യങ്ങളിൽ പറയുകയാണ്, കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അതുകൊണ്ടൊരു പഴമൊഴി ഉടലെടുത്തു, യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെപ്പോലെ നായാട്ടുവീരൻ. അല്ല, വായിച്ചിട്ടുണ്ടല്ലോ. നമുക്കതൊക്കെ സമ്മതിക്കാം. പക്ഷേ മോശ എഴുത്തുകാരനോട് ചോദിക്കാം, ആട്ടെ, ഒരാളിപ്പോൾ ഒരു വീരനാ, അവൻ നായാടുമോ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, പക്ഷെ അവൻ്റെ പേര് ചേർത്തിട്ട് ദൈവത്തിൻ്റെ മുമ്പാകെ നിമ്രോദിനെപ്പോലും നായാട്ടുവീരൻ എന്ന് പറയണോ? വേണോ? ഇപ്പോൾ യേശുദാസ് നന്നായിട്ട് പാടും. നമ്മൾ പറയുമോ ദൈവത്തിൻ്റെ മുമ്പാകെ യേശുദാസിനെ പോലൊരു പാട്ടുകാരൻ, ദൈവത്തിൻ്റെ മുമ്പാകെ വീരപ്പനെ പോലൊരു മരം വെട്ട്, അങ്ങനെ പറയുമോ? പറയല്ല. ഇതെന്തിനാ? അതിനകത്ത് ഏതോ ഒരു കാര്യമുണ്ട്. ചുമ്മാ പറയുമോ? ആ കാര്യം കൂടെ പഠിക്കണം. എന്നിട്ട് ഇവിടെ എഴുതിക്കുക, അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം. അപ്പോൾ അവൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ എവിടാ വീട് നമ്മൾ പറയും, അത് സഹ്യപർവ്വത നിരയുടെ ഇങ്ങേ സൈഡിൽ നിന്ന് ആരംഭിച്ച് പറവൂർ നദിക്കര വരെ നമ്മൾ പറയുമാരല്ലോ. അങ്ങനെയാണോ പറയുന്നത്? അല്ല. പക്ഷെ അത് പറയാൻ അധികാരമുള്ളവരുണ്ട്. രാജാവ് രാജ്യം പറയുമ്പോൾ അങ്ങനെയല്ലേ പറയുന്നത്? തൻ്റെ അതിർത്തി. ഇവൻ ഭൂമിയിൽ ആദ്യ രാജാവായിരുന്നെന്നർത്ഥം. അതുകൊണ്ട് ആ രാജ്യവിസ്തൃതി പറയുന്നത്. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം എവിടുന്നാ? ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്ക്, അക്കാദ്, കൽനേ. ഈ ഏരക്ക് എന്ന പദം ഉണ്ടായത് ഉറൂക്ക് എന്ന പദത്തിൽ നിന്നാണ്. ഉറൂക്ക് ഈ പദത്തിൻ്റെ ഇംഗ്ലീഷ് ലിപ്യന്തരീകരണമാണ്, ട്രാൻസ്ലിറ്ററേഷനാണ് ഇറാഖ്. ഇറാഖും ബാബിലോണിയും കൽദയരുടെ കാൽഡിയൻ കൾച്ചറും എല്ലാം കൂടെ ചേരുന്ന ഒരു രാജ്യം അവൻ ഭരിച്ചു. ആ രാജ്യം ഭരിച്ചവൻ ഒരു കാര്യം ചെയ്തു. 11-ാം അധ്യായത്തിൽ കിടക്കുമ്പോൾ, വരുവിൻ, നമുക്ക് ആകാശത്തോളം എത്തുന്നൊരു കോട്ട, നമുക്കൊരു പേര് എന്താണെന്ന് അറിയണ്ടേ? തമ്പുരാനൊരു പദ്ധതി ഇട്ടു, സന്താനപുഷ്ടിയുള്ളവനായി വർദ്ധിച്ച് ഭൂമി മുഴുവൻ നിറയണോ, നിങ്ങൾ ചേതറി കിടക്കണോ. അതുകൊണ്ടാ നമുക്കൊരു അനുഗ്രഹമുണ്ട്. നമ്മൾ ചോദിക്കുക, എവിടാ? ഞാനിവിടെയാ. മക്കളെവിടാ? UK, US. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കുറവായിട്ടും ചിന്തിക്കേണ്ട. നമ്മൾ ചേതറാൻ പറഞ്ഞാൽ ദൈവം ചേതറാൻ പറഞ്ഞേക്കുന്ന കാര്യമാണ്. ബൈബിളിലുള്ള ഇനി ഒറ്റ ദുഃഖമേ ഉള്ളൂ, ഈ 2 പേരേ ഉള്ളല്ലോ ചേതറാന്നാ. അതിലൊക്കെ തെറ്റ് പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയെങ്കിലും കല്യാണം കഴിപ്പിക്കുമ്പോൾ മക്കളുണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ദൈവദാസന്മാർ പ്രസംഗിക്കണം. നാണക്കേടൊന്നും വിചാരിക്കരുത്. മക്കളുണ്ടാകണം. ക്രൈസ്തവർക്ക് കുഞ്ഞുങ്ങളില്ല, തലമുറകളില്ല. എന്തൊരു ദുഃഖകരമായൊരു കാര്യമാണ്. ഒന്നുമില്ലാത്തൊരു കാലത്താണ് നമ്മൾ 8-10 മക്കൾ. ഇന്ന് വേണ്ടതൊക്കെ ഉള്ളപ്പോൾ 2 പിള്ളേർ. മാറി ചിന്തിക്കാൻ കാലം സമാഗതമായി. കത്തോലിക്ക സഭയൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി. ഞാനൊരു അച്ഛനോട് സംസാരിച്ച് പറഞ്ഞു, മാറ്റമുണ്ട്, വലിയ മാറ്റം. 3-4 മക്കളായി. മക്കളുണ്ടാകണം നമുക്ക്. സന്തോഷമില്ലേ? സ്തോത്രം. അവരുടെ കാര്യമൊക്കെ എങ്ങനെ നടക്കുന്നു? നമ്മുടെ കാര്യമൊക്കെ നടത്തിയ ദൈവം തലമുറകളെ നമ്മളെക്കാൾ 10 മടങ്ങ് മാനിക്കും.
ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഞാനവിടുത്തെ കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ ഒത്തിരി കുട്ടികളവിടെ ഉണ്ട്. ഒരു ചർച്ചിൽ പ്രോഗ്രാമിന് ചെന്നാൽ അപ്പോൾ അവിടെ ഞെരുക്കത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയും, നിങ്ങളാരും വിഷമിക്കണ്ട, ഇവിടെ കോടിക്കണക്കിന് ഉറുപ്പിക ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴല്ലെന്നൊരു 10 കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇവിടെയും കാണുന്നുണ്ട് കോടിക്കണക്കിന് രൂപ ദേ ഇരിക്കുന്ന ഫ്രണ്ടിൽ. എല്ലാം നമ്മുടെ ക്യാഷാന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ? കണ്ടോ, ഒക്കെ വിശ്വാസമില്ല. ഇതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ക്യാഷായിരിക്കുന്നതെന്ന്. 10ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾ, 15 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഒരു 10 കൊല്ലം അവർക്ക് കൊടുത്തു നോക്കി. അവരാരാകുമെന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥിച്ചോണം. ഹല്ലേലൂയ, വാഗ്ദത്തം പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോണമെന്ന്. അങ്ങനെ നമ്മളെല്ലാം അനുഗ്രഹിക്കപ്പെട്ട മക്കൾ യഹോവ തരുന്ന നമുക്കറിയാം വചനമെല്ലാം. വാഗ്ദത്തം പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിമ്രോദ് പറഞ്ഞു, നമ്മളങ്ങനെ ചെയ്തരുത്, നമുക്കിവിടെ കൂടണം, നമുക്കൊരു പേരുണ്ടാക്കണം. ഇങ്ങനെ ദൈവ വഴി പോയ മനുഷ്യനെ നായാടിപ്പിടിച്ച് സ്വന്തം തട്ടകത്തിലിട്ട മനുഷ്യനെ കണ്ടിട്ട് ആളുകൾ പറഞ്ഞു, യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ. അപ്പോൾ ആദ്യത്തെ ആൻറ്റക്രൈസ്റ്റിൻ്റെ ആർച്ച് ടൈപ്പാണ് ആദ്യത്തെ ആളായത്. കയ്യിലൊക്കെ ശേഷം ഇവനാ പ്രതിനിധീകരിക്കുന്നത്. ദൈവം അന്ന് അവൻ്റെ ഉദ്യമം തകർത്തു, അവൻ്റെ ഭാഷ കലക്കി. അന്നാ ലോകത്ത് ഇത്രയും ഭാഷ ഉണ്ടായത്. പല വഴിക്ക് മനുഷ്യൻ്റെ ഭാഷ ചെതറിപ്പോയി. ഞാനതിന് ഈ തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ ഈ ഭാഷയെപ്പറ്റിയൊരു പ്രബന്ധം ഞാൻ രചിച്ചത് ഞാൻ തന്നെയല്ല കേട്ടോ, ഡോക്ടർ ഓമന റസലുണ്ട്, സംയുക്ത പ്രബന്ധം. അവിടെ എനിക്കത് അവതരിപ്പിക്കാൻ അവസരമുണ്ടായി. സർക്കാർ നടത്തിയ പരിപാടിയാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, അങ്ങനെ സർക്കാർ ചെലവിൽ സർക്കാർ വണ്ടിക്കൂലി വാങ്ങി സർക്കാരിൻ്റെ ജിയെ വാങ്ങി ഈ ബൈബിൾ അവിടെ കയറി പ്രസംഗിച്ച ഒരു ഉപദേശി ഞാൻ മാത്രമേ ഉള്ളൂ. ചെറിയ പ്രശംസയ്ക്ക് ഇതൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ആ കവർ ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വേറൊന്നും ഓർത്തല്ല, അതൊരു ദൈവത്തിൻ്റെ നീതിയാന്ന് ഓർത്ത്. അതുകൊണ്ടാണ് മലയാള ഭാഷയ്ക്ക് ബൈബിൾ കൊടുത്ത സംഭാവനയെ പറ്റി പറഞ്ഞാൽ അത് അവർ ഗ്രന്ഥമൊക്കെ ആക്കിയിട്ടുണ്ട്, അവിടെ കിട്ടും. പറഞ്ഞു വന്നതേ. അപ്പോൾ അതിലൊരു കാര്യം, എല്ലാ ഭാഷയും ഒരു പൊതുഭാഷയിൽ നിന്നുണ്ടായി എന്നാണ് ഈ ഭാഷാവിജ്ഞാനിയം പറയുന്നത്. ഞാൻ എൻ്റെ തെളിവ് പറയാം. നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെടുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ? സൗഹൃദം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യുന്നത് എന്താ? ഹായ് ഒക്കെ പറഞ്ഞ് അടുത്ത് കൂടി ആദ്യം ചെയ്യുന്നത് എന്താ? അല്ല, കാശ് ചോദിക്കണം ആദ്യം കയറി. ഹായ് എന്ന് പറഞ്ഞിട്ട് അല്പം കാശ് വേണമായിരുന്നല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാം, അന്നേരം അറിയാം വിവരം. ആദ്യം എന്താ ചെയ്യുന്നേ? പേരെന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? നെയിം. ഹിന്ദിയിൽ എന്ത് പറയും? നാം. സംസ്കൃതത്തിൽ പറയും നാമം. ഗ്രീക്കിൽ പറയും ഒനോമ. എൻ ഒനോമായിസൂസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒനോമ. ഹീബ്രുവിൽ പറയുന്നത് എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ആയുസിൽ മറക്കൂല. ഷെയിം. ഷെയിം. നമ്മൾ ഒരു അറബിയെ ഒരു യഹൂദനെ കണ്ടിട്ട് ഷെയിം ഷെയിം എന്ന് പറഞ്ഞാൽ അവൻ പേര് പറയും. മനസ്സിലായില്ലേ? അറബിക്കിൽ ഇസ്മ. വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കണം, എന്താ പറയുന്നത്? ഇസ്മ. എനിക്ക് അത്യാവശ്യം ഇത്തരം ഭാഷയുടെയൊക്കെ ഒരു അറ്റവും മുറിയൊക്കെ അറിയാം. എന്നാൽ ലിറ്റിൽ ബിറ്റ് ഓഫ് സെമിറ്റിക് ലാംഗ്വേജസ് വായിക്കാം, എഴുതാം, അത്യാവശ്യമൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാം. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ ജനിച്ചു വളർന്നത് കാട്ടില്ല കേട്ടോ. ഒരു ഭാഗം കാട്, ഒരു ഭാഗം ഒരു 10,000 ഏക്കർ എസ്റ്റേറ്റിൻ്റെ നടുവിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തോട്ടം എൻ്റെ അല്ല, കൈപ്പിയോനാൻ്റെയാണ്. മനസ്സിലായോ? എൻ്റെ നടുവിൽ. അതിൽ ഞാൻ സ്നാനപ്പെട്ടത് പഞ്ചതീർത്ഥക്കുളത്തില്ല. അതാ രസം. അന്ന് അങ്ങോട്ടൊന്നും മനുഷ്യർ വരികയില്ല. ഇത് പഞ്ചതീർത്ഥമാണെന്നൊക്കെ പിന്നെ ആ മനുഷ്യൻ മനസ്സിലായി. അതിനകത്താണ് മുങ്ങിയ പോട്ടെ. അപ്പോൾ ഈ കാട്ടിക്കിടന്ന് വളർന്നവരാണ്. എനിക്കതിനകത്ത് മാറ്റമൊന്നുമില്ല, പറയാൻ മടിയില്ല. അപ്പോൾ ഇതൊക്കെ ഒരു അറ്റവും മുറിയൊക്കെ അറിയാം. അതുകൊണ്ടാണ്. അപ്പോഴേ ഈ ഗ്രീക്കിൽ ഒനോമ, ഹീബ്രുവിൽ ഷെയിം, അറബിക്കിൽ പേരെന്താന്ന് ചോദിക്കുന്നത് ഇസ്മ, നാമം, നെയ്യും, നാം. ഇതെല്ലാം കേട്ടപ്പോൾ മനസ്സിലായില്ലേ? ശബ്ദം കൊണ്ട് ഇത് ഒരുമിച്ച് വന്നിട്ട് എവിടെയോ ഒരു പ്രശ്നം ഉണ്ടായതാണ്. അതാ ഭാവിയിൽ വെച്ച് പിടികിട്ടിയോ?
പിഴ കിട്ടിയോ? ഇനിയും പറയാം ഒരു കാര്യം. 1 എന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? 1 എന്നൊന്ന് എഴുതി നോക്കിയേ. എങ്ങനെ എഴുതുന്നേ? ONE. ഒന്ന് ശ്രമിച്ച് 1 എന്ന് വായിക്കാമോ? ഒന്ന് പറ്റും. അങ്ങനെ 1 മനസ്സിലായോ? അങ്ങനെ നമ്മൾ ഹൗസ് എന്നുള്ളതിന് നമ്മളെന്താ പറയുന്നത്? വീട്. ഈ വീടിന് യഹൂദൻ പറയുന്നത് എന്താ? ബെയ്ത്ത്. ബെയ്ത്തിൻ്റെ ബി സംസാരിച്ചു വന്ന വഴിക്ക് ഈ വായായി. ഈ ബി ലിപ്പ് കൂട്ടിയടിക്കാത്ത വായായി. അവൻ്റെ ത നമുക്ക് ഡായായി. കണ്ടോ? ബെയ്ത്ത് വീടായത് കണ്ടോ എങ്ങനെയാന്ന്? മനസ്സിലായോ? പദങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടോ? ഇങ്ങനെ ഞാൻ 1 2 അല്ല 150 പദം അടുക്കി കിട്ടി വെച്ചേക്കുന്നത്. ഓർഡർ ക്ലാസ് എടുത്തിട്ട് പറയാൻ എൻ്റെ കയ്യിലുണ്ട് 100. ഇപ്പോൾ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പദങ്ങൾ കൊണ്ടും കൊടുത്തും ഒക്കെ പോയ അന്നേരം ഞാൻ ഈ ക്ലാസ്സെല്ലാം എടുത്തപ്പോൾ ഒരു പെങ്കൊച്ച് സംസ്കൃത യൂണിവേഴ്സിറ്റി പഠിക്കുന്ന റിസർച്ച് സ്കോളറാണ്. പുള്ളിക്കാരിക്ക് ഇത് ഇഷ്ടമായില്ല. നമ്മൾ ഈ ബൈബിളിനെ പ്രകീർത്തിക്കുന്നത്, ഇടയ്ക്കിടയ്ക്ക് യേശുവിനെ പറ്റി പറയുന്നൊക്കെ ഒരു വിഷമം വന്നിട്ട് ചോദിച്ചു, ഈ നിങ്ങളുടെ യേശു മലയാളം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞുണ്ട്. നമ്മുടെ കർത്താവ് മലയാളം, തമിഴ്, ഈ ദ്രവീഡിയൻ ഭാഷയാണല്ലോ. മലയാളം, തമിഴ്, കന്നഡ, സംസ്കൃതം ഇല്ല. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, സൗത്ത് ഇന്ത്യൻ ഭാഷകൾ ഏതാ? ദ്രവീഡിയൻ കുടുംബമാണ്, ദ്രാവിഡ കുടുംബമാണ്. അതല്ലേ നമ്മുടെ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് വൈക്കം സത്യാർത്ഥി പറഞ്ഞല്ലോ, ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽ എൻ്റെ മക്കൾ എന്നൊക്കെ വിളിച്ചു കേട്ടോ. അതുകൊണ്ട് നമുക്ക് തമിഴ് കേട്ടാൽ മനസ്സിലാവും. അത്യാവശ്യം തമിഴ് കേട്ടാൽ മനസ്സിലാവില്ലേ? നമ്മൾ മലയാളം കേട്ടാൽ അവനും മനസ്സിലാകും, തമിഴ് കേട്ടാൽ നമുക്കും മനസ്സിലാവും. ഞാൻ കരുണാനിധിയുടെ പ്രസംഗം നേരിട്ട് കേട്ടു ഒരു രാത്രി. തമിഴ്നാട്ടിൽ നമ്മൾ സെമിനാരിൽ നിന്ന് ചാടിപ്പോയി കേട്ടതാ. പ്രസംഗത്തോടുള്ള ആർത്തിയുണ്ട്. പുള്ളി വന്നപ്പം തന്നെ നേരെ ഉരുട്ടി. 8 മണിക്ക് വരുന്നുണ്ട്, 10 മണിയായി. മനുഷ്യനിങ്ങനെ ഉറക്കം തോന്നിയിരിക്കുമ്പോൾ തമിഴന്മാരെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഞങ്ങളോട് തന്നെ ഉറക്കം തോന്നിയിരിക്കുന്ന ആളുകളുടെ മധ്യത്തിലേക്ക് വന്നിട്ട് കരുണാനിധി തറുക. മാസം ചിത്തിരൈ, നേരം 10:30, എൻ മക്കൾ നിദ്രൈ, ഞാൻ എന്ത് ചൊല്ലേൻ. അപ്പോഴേ ഉണർവായി. എന്തായിരുന്നു പുള്ളി? ഒരു വലിയ കവിയുടെ കവിത്വം ആ വാക്കുകൾക്ക്. നമുക്ക് മനസ്സിലായിട്ടില്ല. അവിടുന്ന് പോകാൻ തോന്നിയില്ല. കയ്യടിക്കുകയാണോ, ചാടുകയാണോ, തുള്ളുകയാണോ, എന്തൊരു വിസ്മയ ലോകമാണ് പുള്ളി തീർക്കുന്നത്. അപ്പോൾ പറഞ്ഞത് നമുക്ക് മനസ്സിലാകും. കാരണം നമ്മുടെ ഭാഷാ കുടുംബം അതല്ലേ, അതല്ല അവിടുന്ന് വന്നാ. അപ്പോഴേ നമ്മളും പാലസ്തീനുമൊക്കെ തമ്മിൽ, ഇസ്രയേലുമൊക്കെ തമ്മിൽ കർത്താവിനേക്കാൾ 1000 വർഷം മുമ്പത്തെ കച്ചവട ബന്ധമുണ്ട്. അതറിയായിരുന്നോ? അതേ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ആനക്കൊമ്പ്, മയിൽ, ചന്ദനത്തടികളെല്ലാം അവർ കൊണ്ടുപോകും. ഈ അറബികളും യഹൂദന്മാരും കൊണ്ടുപോകുന്നതാണ്. ഓഫീരിലെ പൊണ്ണെന്ന് കേട്ടിട്ടില്ലേ? ഇതിങ്ങനെ കൊണ്ടുപോവാ. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് തടിയും കുരുമുളകും എല്ലാം ഇങ്ങനെ കൊണ്ടുപോയിട്ട് നമുക്ക് തിരിച്ചു തരുന്നത് സ്വർണം. ഈ കച്ചവടം നടക്കാൻ രാജാവിന് വേറെ പാരിതോഷികം. അങ്ങനെ ആ സുവർണ സരപ്പളി മാലയൊക്കെ ബി നിലവറ വന്നുകൊണ്ടോ? ഉത്തമഗതി വായിച്ചില്ല, ഞങ്ങൾ നിനക്ക് സുവർണ സരപ്പളി മാല ഉണ്ടാക്കിത്തരാം. ഇത് ബൈബിളിലാ പരാമർശം. ഇത് എവിടെ നിന്ന് കിട്ടി? അവിടെ നിന്ന് വന്നാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പക്ഷേ ഒരു കുഴപ്പം, ഭാഷ അറിയത്തില്ല. നമുക്ക് ഈ ചായ കുടിക്കാനും കച്ചവടം നടത്താനും ഏതെങ്കിലും ഭാഷയുടെ ആവശ്യമുണ്ടോ? ഒന്നിൻ്റെ ആവശ്യമില്ല. അതിങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. ചായ റെഡി, വിത്തൗട്ട് വേണം, എല്ലാം അവനറിയാം. ചായ കിട്ടും. കച്ചവടം നടത്തി കഴിയുമ്പോഴേക്ക് ഈ സ്വർണം വാരി അങ്ങോട്ട് കൊടുക്കും, നമ്മൾ കുരുമുളക് അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ കാർന്നവരുടെ മുഖം തെളിയുന്നില്ല. അപ്പോൾ ഈ വന്ന അറബിക്ക് ഇവിടെ കിട്ടി. അല്ലെങ്കിൽ ഈ യഹൂദന്മാരായ അവിടുന്ന് വന്ന വണിക്കുകൾക്ക് മനസ്സിലായി, വർത്തകന്മാർക്ക് മനസ്സിലായി, അടുത്ത തവണ കച്ചവടം നടക്കുന്നില്ല. പുള്ളി കുറേ കൂടെ വാരി നടക്കുകയല്ല. അവസാനം അങ്ങോട്ട് വാരി തൂക്കി പൊന്നങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇത് മതിയല്ലേ, ഇനി മുതൽ നാളെ മുതൽ ഇത് പോരെ എന്നുള്ള അർത്ഥത്തിൽ അവൻ എന്തോ ഒന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ കാർന്നവർ പറഞ്ഞു, തമിഴും മലയാളം എല്ലാം ചേർന്ന ഒരു പദപ്രയോഗം പറഞ്ഞു, അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി യേസ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താ? ഇവൻ അവിടെ ചെന്ന് അവിടുത്തുകാരോട് അറിയാതെ പറഞ്ഞു തുടങ്ങി. 2 ആഴ്ച നമ്മുടെ ഡൽഹി പോയി നിന്ന് ചാളു പറയാ, ആലു വേണമെന്ന് പറയല്ലേ. 2 ആഴ്ച എങ്ങാണ്ട് ഡൽഹി നിന്നേ ഉള്ളൂ. ഹിന്ദി മാത്രമേ പിന്നെ വഴങ്ങുള്ളൂ അല്ലേ? ഇതുപോലെ ഭാഷ പോയി.
ഈ ആമ എന്ന പ്രയോഗത്തിൻ്റെ കൂടെ അരാമിക്ക് തൽഭവം എൻഡിങ് കൂടി ചേർന്നപ്പോൾ അത് ആമേനായി. ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മൾ പറയണ്ട, ഞങ്ങൾക്കിതറിയാം. അവിടെ അങ്ങ് പറഞ്ഞാൽ മതി അല്ലേ? അങ്ങനെ ഭാഷ കൊണ്ടും കൊടുത്തുവാ വളർന്നേ. എന്തിനാ ഇത്തരം പറഞ്ഞെന്നറിയണ്ടേ? എല്ലാ ഭാഷയും ഒരു പൊതുഭാഷയെന്നുണ്ടായിരുന്നതാണ്. ബാബേലി തകർന്നതാണ്. ഒറ്റയടി കണ്ടോ, ദൈവം ഒരൊറ്റ പദ്ധതി ഇട്ടപ്പോൾ ഒരു പോക്ക് പോയുണ്ടോ? മനസ്സിലായില്ലേ? എന്തിന് നമ്മൾ ഈ മലയാളികൾ തന്നെ ഈ മലയാളം പറഞ്ഞ് എത്ര രൂപത്തിലാക്കുന്നേ? കോഴിക്കോട് പോട്ടെ, നമ്മൾ തൃശ്ശൂർ പോട്ട് ചെന്ന് കഴിഞ്ഞാൽ പാട്ട് പാടുന്നതല്ല അവർ സംസാരിക്കുന്നത്. പാട്ട് പാടുന്നതല്ല. നമ്മൾ തൃശ്ശൂർ ചെന്നിട്ട് നാളെ മീറ്റിംഗ് ഉണ്ട്, വരുമോ? വരൂല. അത് പെരുമ്പാവൂരെത്തുമ്പോഴേക്ക് വരൂല എന്നുള്ള മാറും, വരില്ല എന്നാവും. മൂവാറ്റുപുഴ എത്തുമ്പോഴേക്ക് പിന്നെയും മാറും, വരില്ല. കോട്ടയംകാരൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ അവൻ പറയും രായ്ക്ക് കട്ടി കൊടുക്കും, വരില്ല. പത്തനംതിട്ട എത്തുമ്പോൾ വരത്തില്ലെന്നാ ഒരു താ കയറി വരും. ഇവിടുന്ന് പോയ സാധനമാണ്, പാട്ടെ തുടങ്ങിയതാ, കട്ടി കൂടി പരുക്കനാകുക. ആലപ്പുഴയ്ക്ക് എത്തുമ്പോഴേക്കും സംഗതി ആകപ്പാടെ മാറും, വരത്തില്ല. അല്ല, മനസ്സിലായ കാര്യങ്ങൾ കിടപ്പോയി. കാര്യത്തിൻ്റെ പോക്ക് വേണ്ടിയിട്ടോ അങ്ങനെ അങ്ങ് പോവാന്ന്. പാസ്വേഡൊക്കെ ചോദിക്കും. തിരുവനന്തപുരത്ത് നമ്മൾ വഴി ചോദിച്ചാൽ പറയും തേരി കയറി തെക്കിനോട്ട് പോകുമ്പോൾ വെച്ചാൽ മല കയറി നമ്മൾ തെക്കോട്ട് പോകാൻ. വേറെ സ്ഥലത്ത് നിന്ന് തെക്കോട്ട് പോകാൻ പറഞ്ഞാൽ മരണത്തിനാണ് പറയുന്നത്, തെക്കോട്ട് പോയി. ഇതാണ് മലയാളം ഭാഷ പിരിഞ്ഞു പോയെന്ന്. അന്നേരം ചൊല്ലു പറയാം ഞങ്ങളുടെ ഒറിജിനലെന്ന്. ഇവിടെ അങ്ങ് ഒറിജിനലൊന്നും ഇല്ലെന്ന്. ഒറിജിനലാ ഞാൻ രാവിലെ മോളോട് പറഞ്ഞേ. മനസ്സിലാവുമോ ആർക്കെങ്കിലും? മനസ്സിലാവുമോ? പോട്ടെ. അപ്പോൾ ഭാഷ ചിതറി ബാബിലോണിൽ. ഒത്തിരി ഉണ്ട് ബാബിലോണിൻ്റെ കാര്യം പറയാൻ. വളരെ രസാവഹമായ ചിന്താർഹമായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബാബിലോൺ ലോകത്തിൽ സകലയിടത്തേക്കും എല്ലാത്തരം മ്ലേച്ഛതകളും ഈ കൂടെ പമ്പ് ചെയ്തു, തിന്മകൾ പമ്പ് ചെയ്തു. വിഗ്രഹാരാധനയുടെ അനാത്മികമായ ചിന്താധാരകളുടെ നൂറ് ആശയങ്ങളുടെ തിരത്തള്ളൽ കൊണ്ട് ബാബിലോൺ ശക്തിപ്പെട്ടു. ആ ബാബിലോണിൻ്റെ സ്വാധീനത്തിലേക്ക് യെറുസലേമിനെയും വലിച്ചിറക്കേണ്ടതിന് നെബൂഖദ്നേസർ അവിടം ആക്രമിച്ചു കീഴടക്കി. ആ കൂടെ വന്ന രാജസന്തതികളിൽ കുലീനന്മാരായ ശദ്രക്ക്, മേശക്ക്, ദാനിയേലും അബേദ്നെഗോവും ഒക്കെ ഇവിടെ അടിമകളായി പിടിക്കപ്പെട്ടു. ഇസ്രയേലിനെ മുച്ചൂടും നശിപ്പിച്ച് ദേവാലയം കൊള്ളയടിച്ച് നാളെ രാജ്യത്വം തിരിച്ചു കിട്ടിയാൽ ഭരിക്കാൻ ആളില്ലാത്ത വിധത്തിൽ രാജസന്തതികളിൽ കുലീനന്മാരെ ഇവിടെ കൊണ്ടുവന്നാക്കി. പക്ഷെ അവിടെ കിടക്കുമ്പോഴും അവരൊരു കാര്യം ഉറപ്പിച്ചു. ഈ കിട്ടിയ സുഖസൗകര്യങ്ങളൊക്കെ ലഭിക്കുമ്പോഴും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളുടെ പിന്മാറ്റത്തെ ചികിത്സിക്കാൻ ഞങ്ങളറിയാതെ ബാൽദൈവങ്ങളെ പിതാക്കന്മാർ ചിലർ സേവിച്ചപ്പോൾ മാനസാന്തരം വരാൻ ഒരു താൽക്കാലിക പ്രവാസം അവനിവിടെ ആക്കിയെങ്കിൽ ഈ പ്രവാസികളുടെ കൂടാരത്തിൽ ഇരുട്ടിൻ്റെ കോട്ടയ്ക്കകത്ത് സാത്താന്യ ശക്തികളുടെ ആധിപത്യത്തിൻ കീഴിൽ ഞങ്ങൾ തോറ്റുകൊടുക്കില്ല. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഭക്തനൊരു കാര്യം ഉറപ്പിച്ചേ പോകാവൂ. ഏത് സാത്താന്റെ കൂടാരത്തിൽ വീഴാൻ അവസരം കിട്ടിയാലും, പീഡിപ്പിക്കപ്പെടുമ്പോഴും ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ കിട്ടുന്ന അവസരം, ആത്മാവിൽ ആരാധിക്കാൻ കിട്ടുന്ന അവസരം നിരാകരിക്കാൻ പാടില്ല. ഈ ശക്തിയ ഭക്തനെ വെറുതിരിക്കുന്നത്. സർദീസിലെ സഭയെക്കുറിച്ചാണ് തോന്നുന്ന ഒരു വാക്യം പറയുന്നുണ്ട്. പ്രശംസിച്ചിട്ട് കർത്താവ് പറയാ, കുഞ്ഞെ നീ എവിടെ പാർക്കുന്ന എനിക്കറിയാം, സാത്താൻ്റെ സിംഹാസനം ഉള്ളിടം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയണ്ടേ? സാത്താൻ സിംഹാസനം വെച്ചിരിക്കുന്ന ഇടത്ത് എന്നിട്ടേ പുറങ്കാലിനൊരു അടി കൊടുത്തിട്ട് അവിടെ കറ്റി സഭ സ്ഥാപിക്കുന്നവരാ നമ്മൾ. അവിടെയും ഉണ്ടൊരു ചർച്ച്. അത് കണ്ട് പിന്തിരിഞ്ഞോടുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ. ഇരുട്ടിൻ്റെ കോട്ട കണ്ടിട്ട് മുട്ടുമടക്കുന്നവരല്ല ദൈവത്തിൻ്റെ മക്കൾ.
എല്ലാത്തരം പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിന്റെ ഭക്തർക്ക് വേറിട്ടൊരു വിശ്വാസമുണ്ട്. ആ ഇരുട്ടിലും ജ്വലിക്കുന്ന സുവിശേഷത്തിന്റെ ദീപശിഖ അത് കയ്യിലെന്താ ഈ രാത്രി ചിലർ കൂടി തയ്യാറെടുക്കട്ടെ. ആദരനായ മേടമന സാറ് ഒരു വലിയ ചിന്തയോടെയാണ് ഇന്ന് തുടക്കം കുറിച്ചത്. യേശുവിനെ പ്രസംഗിക്കുന്ന, യേശുവിനെ മലബാറിന്റെ പല മലമടക്കുകളിൽ എത്തിക്കാൻ ജാഗരൂകരായ ഒരു ജനതയുടെ ആവിർഭാവം ഇന്നും നാളെയും യോഗം നടക്കുമ്പോൾ ഇതിന്റെ നടുവിൽ നിന്നുണ്ടാകണം. യേശുവിന് വേണ്ടി ധീരധീരെ നിൽക്കാൻ, അത് ആരോഗ്യമെങ്കിൽ, അത് സമ്പത്തെങ്കിൽ, അത് ഐശ്വര്യമെങ്കിൽ, അത് ദൈവം എന്ത് തന്നോ അത് നിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാൻ ഞാനിതാ ഒരുങ്ങുന്നു എന്ന ബോധത്തോടെ ഇറങ്ങി പുറപ്പെടണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ രാജ്യത്തെ നോക്കി ദാനിയേൽ പ്രാർത്ഥിക്കും. അയാൾക്ക് ജീവിക്കാനൊരു സ്ഥലമുണ്ട്. അതിൻ്റെ ആ കോട്ടകൊത്തളങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. നമുക്കിന്ന് അവസാനിപ്പിക്കണം. ഈ കോട്ടമതിലിൻ്റെ മുകളിൽ, അതിന് തന്നെ 15 അടി പൊക്കമാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിരവധി കെട്ടിടങ്ങളുണ്ട്, സൈനിക കാര്യാലയങ്ങളൊക്കെയാണ്. അവിടെ വന്നിട്ട് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ടിട്ട് പ്രാർത്ഥിക്കും. സുഖസുശുദ്ധിയും നല്ല ഭക്ഷണവുമൊക്കെ വെക്കുമ്പോൾ അത് കഴിക്കാതെ നിരാകരിക്കും. കാരണം തങ്ങളുടെ സമശിഷ്ടങ്ങൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായ പീഡന സ്ഥലങ്ങളിൽ ബാബിലോണിൻ്റെ പീഡയേറ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം സുഖകരമായ ഭക്ഷണം തന്ന് രാജാവ് പുലർത്തുന്നതിൻ്റെ കാരണം ഞങ്ങളുടെ ബുദ്ധിയെ ചൂഷണം ചെയ്യാൻ, ഞങ്ങളുടെ കഴിവുകളെ ചൂഷണം ചെയ്യാൻ. ഈ രാത്രി സമൃദ്ധി അനുഭവിക്കുന്ന ദൈവമക്കളെ, ഛത്തീസ്ഗഡിൽ നമ്മുടെ സമശിഷ്ടങ്ങൾ ദാരുണമായി പീഡിപ്പിക്കപ്പെടുന്നു. സഭായോഗത്തിനുള്ളിലേക്ക് നുഴഞ്ഞു കയറി ദൈവപുരുഷന്മാരെ അടിച്ചാക്രമിച്ച് താഴെയിടുന്നു. അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ആക്രമിക്കുന്നു. പാസുമാരുടെ മുമ്പിൽ വെച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ വസ്ത്രം വലിച്ചീറി ക്രൂരമായി ആക്രമിക്കുന്നു. ഈ പരിസ്ഥിതി സംജാതമാകുമ്പോൾ ഇവിടെ ലഭിക്കുന്ന നന്മകളുടെ നടുവിൽ നമുക്ക് ആർക്കും അഹന്ത വരാൻ പാടില്ല. നമുക്ക് ഇന്ത്യയെ സ്നേഹിക്കണം, മലബാറിനെ സ്നേഹിക്കണം, ഈ മണ്ണിനെ സ്നേഹിക്കണം. ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യാൻ കഴിയണം, പ്രതിജ്ഞാബദ്ധരായി തീരണം. അതുകൊണ്ട് കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ടു. ദുഃഖമല്ല അദ്ദേഹത്തിന് തോന്നി. ആദ്യത്തെ ദുഃഖത്തിൻ്റെ ഘട്ടം കഴിഞ്ഞപ്പോൾ പറയാ, ഈ തെരുവിലൂടെ ഞങ്ങളെ ചങ്ങലയ്ക്ക് കെട്ടി ചാട്ടവാറിനടിച്ച് നെബൂഖദ്നേസർ ഇവിടെ കൊണ്ടിട്ടു. ഒരു ദിവസം ഈ കോട്ട തകരും, ഈ വിലങ്ങുകൾ അഴിയും, ഞങ്ങൾ സ്വതന്ത്രരാകും. വിത്ത് ചുമന്ന് കരഞ്ഞുകൊണ്ടുവന്ന മണ്ണിലൂടെ കറ്റ ചുമന്ന് ആർത്തുകൊണ്ട് ഇതുവഴി കടന്നുപോകും. കാറ്റ് വിതച്ചു കൊടുങ്കാറ്റ് കൊയ്യുന്ന മനോഹര അനുഭവങ്ങളുടെ വഴിത്താരയിലൂടെ ജയാളികളായി ഞങ്ങൾ കടന്നു പോകും. കണ്ണീരണിഞ്ഞ മനസ്സോടെ, ശരീരത്തോടെ, ഹൃദയത്തോടെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ നടന്നു വന്ന ഞങ്ങൾക്ക് ഒരു ശുഭയാത്രക്കധിക കാലഘട്ടം താമസമില്ല. ഒരു മടങ്ങിപ്പോക്ക്. വിശ്വാസത്താൽ തിരിച്ചു പോകണം ദൈവമക്കൾ. ഈ കോഴിക്കോടിൻ്റെ പട്ടണത്തിലൂടെ ഈ പുസ്തകം പിടിച്ച് നടക്കാൻ കഴിയാതെ, ഒരു ചായ കുടിക്കാൻ നിർവാഹമില്ലാതെ, ഈ ബൈബിൾ വച്ചൊന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടാതെ മരിച്ചു മൺമറഞ്ഞ പിതാക്കന്മാരുടെ ചരിത്രത്തിന് 100 വർഷത്തെ പഴക്കമുണ്ട്. ഒറ്റപ്പെട്ട പരസ്യയോഗം കേൾക്കാൻ ആളില്ലായിരുന്നു. പക്ഷേ അവർ അന്തരീക്ഷത്തിൽ തൊടുത്തുവിട്ട വചനം, അതിൻ്റെ പ്രവൃത്തി, ഇതിൻ്റെ തെളിവാ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഒന്ന് വിശ്വാസത്താൽ പറയണം, ഞങ്ങളും വിശ്വാസത്താൽ ഇപ്പോൾ അയക്കുക ദൈവത്തിൻ്റെ വചനം. ഞങ്ങൾ വിശ്വാസത്താൽ അയക്കുമ്പോൾ ഇന്നൊരു റിസൾട്ട് കണ്ടില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പ്, ഒരു പുതുതലമുറ ഈ വഴിയിലൂടെ ശേഖരിക്കാൻ വരും, കൊയ്തെടുക്കാൻ വരും. അവരെ കാണാൻ ഞങ്ങൾ ആരും അന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഞങ്ങൾ വിശ്വാസത്താൽ പുതുതലമുറയ്ക്ക് വേണ്ടി വിതയ്ക്കുന്നു, പുതുതലമുറയ്ക്ക് വേണ്ടി കരുതുന്നു. സുവിശേഷ ആത്മാവോടെ വേണം ഓരോ വിശ്വാസിയും കടന്നു പോകാൻ. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടൊന്നുകൂടെ പറഞ്ഞു, ഒരു സങ്കീർത്തനം പാടുന്നത് നമുക്കറിയാം. യഹോവേ, തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തണം. ആദ്യം തന്നെ തുടങ്ങിയ 2-3 മണിക്കൂർ നമ്മളങ്ങ് പോട്ടെ. തെക്കേ നാട്ടിൽ എന്ന് പറഞ്ഞാൽ യഹൂദയാട്ടോ, യെരൂശലേമൊക്കെ ഉൾക്കൊള്ളേ. അവിടുത്തെ സ്ഥലം കണ്ടാൽ മനസ്സിലാകും. കിദ്രോൻ തോടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാൻ ചെന്നാൽ നാണം വരും. ഇതായിരുന്നു ഇത് കിദ്രോൻ തോട്, പണ്ടങ്ങാണ്ട് വെള്ളം ഒഴുകിയ ചാല്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നോക്കി നിൽക്കേ, കിദ്രോൻ തോടും കെരീത്ത് തോടും ഒക്കെ ഒരു ഒറ്റ വരവാണ്. മഴയൊന്നും കാണുകയില്ല. ഹെർമോന്യ മലയിലെ മഞ്ഞൊക്കെ ഉരുകി, പലയിടത്തു നിന്ന് മഞ്ഞുപാളികൾ ശേഖരിച്ച് പെരുത്ത വെള്ളപ്പൊക്കം ഇഞ്ഞ് പോരുക. ഇത് കണ്ടിട്ട് പറഞ്ഞ പുരാതന നദിയാ കീശോൻ തോട് തള്ളി അങ്ങ് അവരെ ഒഴുകിക്കൊണ്ടുപോയി. ഇതുപോലെ സങ്കീർത്തനത്തിൽ കാണുക, തെക്കേ നാട്ടിലെ തോട് പോലെ
പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് വരണ്ടുണങ്ങിക്കിടക്കുന്ന ഇടത്തേക്ക് ഞങ്ങളുടെ പ്രവാസികളെ മടക്കിക്കൊണ്ടുവരണം. ചുരുക്കത്തിൽ പ്രവചനത്തിൻ്റെ നിവൃത്തി പോലെ രാജാവ് കൊല്ലപ്പെട്ടു, രാജ്യം തകർന്നു. നെബൂഖദ്നേസറുടെ പേരക്കിടാവിൻ്റെ കാലത്ത് രാജ്യം തകർന്നു, മറ്റൊരു രാജ്യത്തിനത് വിധേയമായി. എന്തിനാണ് ഈ പറഞ്ഞത്? ഈ പുസ്തകത്തിൻ്റെ വാഗ്ദത്തം കാലമെത്ര കഴിഞ്ഞാലും പിന്തുടരും. ഉഗ്രപ്രതാപങ്ങളെ മുട്ടുകുത്തിച്ച ഉജ്ജ്വല വചനമാ എൻ്റെയും നിങ്ങളുടെയും കൈകളിലിരിക്കുന്നെങ്കിൽ ഈ പുസ്തകം കൊണ്ട് ഇന്ന് രാത്രി ഇവിടെ സന്നിഹിതരായെങ്കിൽ ഒന്നുറപ്പിക്കണം, ഞാൻ ജയിച്ചിരിക്കും, ജയിച്ചേ അടങ്ങൂ. തിരിച്ചു പോകുന്ന യാതൊരു പ്രശ്നവും എൻ്റെ മുമ്പിലില്ല. ജയം മാത്രം ശീലമാക്കിയവനാണ് യേശു. ഞങ്ങൾ അവനെയാ പ്രസംഗിക്കുന്നത്. അവൻ്റെ വാഗ്ദത്തമാ ഈ പുസ്തകത്തിലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഒരിക്കൽ കൂടി ജയമെടുക്കാൻ ഈ രാത്രി നമുക്ക് സന്നിഹിതരാകാം, ഒരുങ്ങാം, ഉണരാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.